Let us say praise the Lord. നമുക്ക് എല്ലാവർക്കും ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. Our God is a wonderful God. നമ്മുടെ ദൈവം അത്ഭുതവാനായ ദൈവമാണ്. His thoughts and his plans are not like our thoughts and our plans. അവന്റെ പദ്ധതികളും ചിന്തകളും നമ്മുടെ ചിന്തകളെ പോലെ അല്ല. How many of you believe that? നിങ്ങൾ എത്ര പേർ അത് വിശ്വസിക്കുന്നു? How many of you think that the Lord can do something great for you today? ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതമേറിയ ചില കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. I had no plan to come to India this year. ഈ വർഷം ഭാരതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് മുൻകൂട്ടി ഒരു പദ്ധതിയും എനിക്ക് ഉണ്ടായിരുന്നില്ല. Pastor asked me several times, would you come? പാസ്റ്റർ അനേക പ്രാവശ്യം ചോദിച്ചു കടന്നു വരാമോ എന്ന്. I said, no Pastor, we are not coming this year. ഞാൻ പറഞ്ഞു ഇല്ല, ഈ വർഷം ഞങ്ങൾ കടന്നു വരുന്നില്ല എന്ന്. But last week when I was at my home around 8 o'clock Thursday, കഴിഞ്ഞ വ്യാഴാഴ്ച എൻ്റെ ഭവനത്തിൽ അമേരിക്കയിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് the Holy Spirit told me, you get up and go to India. ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു ഭാരതത്തിലേക്ക് പോകുവാൻ. So I booked a ticket that night. ആ രാത്രി തന്നെ ഞാൻ എൻ്റെ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തു. I came to India Monday. തിങ്കളാഴ്ച ഇന്ത്യയിലേക്ക് വന്നു. I participated in a couple of meetings in Gujarat in the last 2 days. കഴിഞ്ഞ 2 ദിവസങ്ങൾ ഗുജറാത്തിൽ ചില യോഗങ്ങളിൽ ഞാൻ സംബന്ധിച്ചു. There was a meeting in Tarapur, Bombay. താരാപൂർ ബോംബെയിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. So I came home and I said, now I will rest. ഞാൻ ഭവനത്തിലേക്ക് മടങ്ങുമെന്ന് ഞാൻ പറഞ്ഞു, ഇനി ഞാൻ വിശ്രമിക്കുമെന്ന്. I did not even want to tell Pastor Daniel or Lily that I am in India. ഭാരതത്തിൽ ഞാൻ ഉണ്ട് എന്ന് പാസ്റ്റർ ഡാനിയലോടോ ലിലിയോടോ പറയാൻ പോലും ഞാൻ താല്പര്യപ്പെട്ടില്ല. I called my wife and said, I am not going to tell him I am here. എൻ്റെ ഭാര്യയെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ പത്തനാപുരത്ത് വന്നിട്ടുണ്ടെന്ന് ഞാൻ പോലും പാസ്റ്ററോട് പറയാൻ പോകുന്നില്ല എന്ന്. She said, that is not the right thing to do, but you do whatever you want to do. സഹോദരി പറഞ്ഞു, അതല്ല ശരിക്കും ചെയ്യേണ്ട കാര്യം, എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. So it was Friday night. വെള്ളിയാഴ്ച രാത്രി When I was at home around 10:30. രാത്രി 10 മണിയായപ്പോൾ The Lord told me you should call Pastor Daniel. പാസ്റ്റർ ഡാനിയലിനെ വിളിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു. And I went to sleep. ഞാൻ ഉറങ്ങുവാൻ പോയി. Saturday morning I woke up. ശനിയാഴ്ച രാവിലെ എഴുന്നേറ്റു. And something said in my heart that you should call Pastor Daniel. വീണ്ടും ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു പാസ്റ്റർ ഡാനിയലിനെ വിളിക്കുവാൻ. So I called. ഞാൻ വിളിച്ചു. Early in the morning. അതിരാവിലെ വിളിച്ചു. I thought I woke up Lily. ഞാൻ ലില്ലിയെ എണീപ്പിച്ചെന്നാ തോന്നുന്നേ. Praise the Lord. Amen. Praise the Lord. So I said I am here. ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. She asked me, would you come for the service? ഞാൻ ചോദിച്ചു ആരാധനയിൽ കടന്നു വരുമോ എന്ന്. I said no, I am not coming. ഞാൻ പാസ്റ്റർ പറഞ്ഞു ഇല്ല ഞാൻ വരില്ല എന്ന്. She said no, you have to come. ഞാൻ പറഞ്ഞു ഇല്ല വരണം എന്ന് പറഞ്ഞു. So somebody told me you have to go. അങ്ങനെ പോകണമെന്ന് എന്നെ പ്രേരണ തോന്നി. That's why I'm here this morning. അതുകൊണ്ടാണ് ഇന്ന് പൽക്കാലം ഇവിടെ ആയിരിക്കുന്നത്. I know. എനിക്കറിയാം. My Lord never do anything in vain. ഒരിക്കലും ദൈവം വെറുതെ ഒരു കാര്യം ചെയ്യുകയില്ല എന്ന്. He never wastes time, his or nobody else's. തന്റെ സ്വന്തം സമയവും മറ്റുള്ളവരുടെ സമയവും ഒരിക്കലും ദൈവം വൃഥാവാക്കി കളയുകയില്ല. So there is a purpose why I am here this morning in the midst of you. ഇവിടെ ഞാൻ ആയിരിക്കുന്ന ദൈവത്തിന് ഒരു പ്രത്യേകമായ ഒരു ഉദ്ദേശമുണ്ട്. I would like you to receive that purpose in your life. ആ ഉദ്ദേശം എന്തെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാപിച്ചെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Did anyone come here this morning with an expectation to receive something? ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിപ്പാനുള്ള പ്രതീക്ഷയോടെ പൽക്കാലം കടന്നു വന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. While we were traveling from Patnapuram to Trichur yesterday, ഇന്നലെ ഞങ്ങൾ പത്തനാപുരത്തിൽ നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ while we have passed Cochin, കൊച്ചിനടുത്ത് കടന്നു വന്നപ്പോൾ the Holy Spirit told me there will be a new family coming into this church or a new person coming into this church today. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താദാസനോട് പറഞ്ഞു ഇന്ന് പൽക്കാലം ആരാധനയ്ക്കായി പുതിയൊരു ജീവിതം കടന്നു വരുന്നുവെന്ന്. My brother or sister, if that is you, ആ വ്യക്തി സഹോദര സഹോദരി നിങ്ങളാകുന്നുവെങ്കിൽ I would like you to receive what the Lord has to give to you. ഇന്ന് പൽക്കാലം ദൈവം നിങ്ങൾക്ക് നൽകി തരുവാൻ ആഗ്രഹിക്കുന്നത് പ്രാപിച്ചു കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. So be attentive to the word of the Lord. അതുകൊണ്ട് ദൈവവചനത്തെ ശ്രദ്ധിച്ചുകൊണ്ട് ഇന്ന് പൽക്കാലമായിരിക്കുക. While we are here in the presence of the Lord, നമ്മൾ ഇവിടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ for us to think about the Lord's mercies, ദൈവത്തിന്റെ കൃപയും കരുണയും കുറിച്ച് ദയയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ and
as the Lord has asked me to tell you, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ എന്നോട് ആവശ്യപ്പെട്ട കാര്യം, let's turn to the epistle of Ephesians. എഫേസ്യ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. Let's go to chapter 1. 1-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. We will read from verse 17 to 19. 17 തൊട്ട് 19 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാതനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. Praise the Lord. Amen. Praise the Lord. 3 things the Lord would like to deliver today. ഇന്ന് പൽക്കാലം 3 കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. Wisdom and revelation for your life. നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയുള്ള വെളിപ്പാടും ജ്ഞാനവും. And your inner man to be enlightened. നിങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ പ്രകാശിപ്പിക്കപ്പെടുവാൻ. And to receive the power of God as it is destined for you. ഇന്ന് പൽക്കാലം അവന്റെ ദൈവികമായ ശക്തി അതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കേണ്ടതിന്. So all these 3 things are going to happen today. ഇന്ന് പൽക്കാലം ഈ 3 കാര്യങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. It is very important that we live a life with wisdom of God. ദൈവിക ജ്ഞാനം കൊണ്ട് ജീവിക്കുക എന്നുള്ളത് പ്രത്യേക ആവശ്യമുള്ള ഒരു കാര്യമാണ്. We are all wise people. നമ്മളെല്ലാവരും ജ്ഞാനമുള്ളവരാണ്. Sometimes we are too wise, we don't care for God. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ജ്ഞാനം കൂടിയിട്ട് ദൈവത്തെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാറില്ല. Sometimes we decide what to do, we don't even ask the Lord. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചിട്ട് ദൈവത്തോട് ചോദിക്കുക പോലും ചെയ്യാറില്ല എന്ത് ചെയ്യണമെന്ന്. We already know what to do even before the problem happens. പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പേ നമുക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. And we do what we think we should be done. എന്ത് ചെയ്യണം നമ്മൾ തീരുമാനിക്കുന്നു, ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുമുണ്ട്. But it is better to go and ask the Lord, Lord, what should be done? എന്നാൽ ദൈവത്തോട് ചെന്ന് ചോദിക്കുകയാണ് നല്ലത്. കർത്താവേ, ഞാൻ ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന്. The Bible says if somebody wants wisdom, ask to the Lord who freely gives to everybody. ദൈവത്തിന്റെ വചനം പറയുന്നത് ആർക്കെങ്കിലും ജ്ഞാനം കുറവുണ്ടെങ്കിൽ നൽകുന്നവനായ സൗജന്യമായി നൽകുന്ന ദൈവത്തിനോട് ചോദിക്കണമെന്നാണ് പറയുന്നത്. It is free, my dear, to go and ask the Lord, what should I do? ദൈവത്തിന്റെ അടുത്ത് ചോദിക്കുന്നത് സൗജന്യമായി ലഭിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവേ, ഞാൻ എന്ത് ചെയ്യണമെന്ന്. You don't have to spend any petrol or put any offering. You can be in your home and you can ask Lord, I am in a problem, what shall I do? ഒരു വഴിപാട് അർപ്പിക്കേണ്ട ആവശ്യമില്ല, അല്ല യാത്ര ചെയ്ത് പെട്രോൾ അടിച്ച് യാത്ര ചെയ്ത് പോകേണ്ട ആവശ്യവുമില്ല. ആയിരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് കർത്താവേ, ഞാൻ ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് ദൈവത്തോട് ചോദിക്കുക. In human life there are problems and issues all the time. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും അനുദിനം പ്രശ്നങ്ങൾ കടന്നു വരാറുണ്ട്. In a day, in 24 hours of a day, we make several decisions. 24 മണിക്കൂർ ഒരു ദിവസത്തിൽ അനേക തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കാറുണ്ട്. But every decision needs to be taken according to the word of God. എന്നാൽ ഓരോ തീരുമാനങ്ങളും നമ്മൾ എടുക്കുന്നത് ദൈവവചന പ്രകാരമായിരിക്കണം. And when we do not know, we are not quite sure what to do, we should ask the Lord, Lord, what shall I do? അങ്ങനെ തീരുമാനം എടുക്കുവാൻ കഴിയാതെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് നമുക്ക് കർത്താവിനോട് ചോദിക്കാം, കർത്താവേ, ഞാൻ എന്ത് ചെയ്യണമെന്ന്. Here we read in the word of God. ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് that the Lord may give you the spirit of wisdom and revelation. ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നു. So you need to have a spirit in your life. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവ് ഉണ്ടായിരിക്കണം. And that spirit should be seeking the wisdom of God. ആ ആത്മാവ് ദൈവിക ജ്ഞാനത്തെ അന്വേഷിക്കുന്ന ആത്മാവായിരിക്കണം. When Solomon had an opportunity to ask for something, ചില ചോദിക്കുവാൻ വേണ്ടി ശലോമോന് ദൈവം അവസരം നൽകി കൊടുത്തപ്പോൾ he didn't ask for money. അവൻ പണത്തിന് അല്ല ചോദിച്ചത്. He didn't ask for more kingdoms. ഇനി രാജ്യങ്ങൾ എനിക്ക് നൽകി തരണമേ എന്നല്ല അവൻ ചോദിച്ചത്. He said, Lord, give me the wisdom. കർത്താവേ, എനിക്ക് ജ്ഞാനം നൽകി തരണമേ എന്നാണ് അവൻ ചോദിച്ചത്. The wisdom of God is the greatest wisdom ever in the world. ദൈവിക ജ്ഞാനം എന്ന് പറയുന്നത് ലോകത്തിലുള്ള ഏത് ജ്ഞാനത്തെക്കാളും ഉന്നതമായ ജ്ഞാനമാണ്. The wisdom of God is the wisdom that created the whole universe. ഈ പ്രകൃതിയെ മുഴുവൻ സൃഷ്ടിച്ചത് അവന്റെ ജ്ഞാനമാണ്. The wisdom of God is the wisdom that is holding together all the universe. ഈ പ്രകൃതിയെ മുഴുവൻ നിയന്ത്രിക്കുന്നതും അതിനെ കൂട്ടി ഇണച്ച് പ്രവർത്തിപ്പിക്കുന്നതും അവന്റെ ജ്ഞാനം മാത്രമാണ്. I don't think any one of you need more wisdom than that. അതിനേക്കാൾ ഉപരി ഒരു വ്യക്തിക്കും ഒരു ജ്ഞാനം ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
So make it a point in your life അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം ഉറപ്പിക്കുക. that whenever you need wisdom, you will ask the Lord. ജ്ഞാനം ആവശ്യമുള്ളപ്പോഴൊക്കെയും ദൈവത്തോട് ജ്ഞാനത്തിന് വേണ്ടി ചോദിക്കുക. Praise the Lord. ദൈവത്തിന് സ്തോത്രം. How many of you have done things in your life and did not accomplish what you wanted to? പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ചെയ്തിട്ട് നേടിയെടുക്കുവാൻ കഴിയാതെ തീർന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ എത്ര പേരുടെ ജീവിതത്തിലുണ്ട്? I'm going to ask you to look into your heart. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ തന്നെ ശോധന ചെയ്യുവാൻ ഞാൻ ഈ സമയം ആവശ്യപ്പെടുകയാണ്. Look in there. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കുക. Can you find an occasion? ഒരവസരം കാണാം. ഏതെങ്കിലും അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയുമോ? When you did things according to you, your thought, നിങ്ങളുടെ ചിന്തപ്രകാരം നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചില കാര്യങ്ങൾ ചെയ്തിട്ട് and you did not accomplish that. ആ കാര്യം നിവർത്തിച്ചെടുക്കുവാൻ കഴിയാതെ പോകുന്ന അവസരങ്ങൾ, സന്ദർഭങ്ങൾ. I see some hands. ചില കരങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. My dear, I would like to encourage you this morning. ഇന്ന് പൽക്കാലം ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, Make a decision now. ഇപ്പോൾ ഒരു തീരുമാനം എടുക്കുക. Anytime when anything come into my life, എപ്പോഴെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, I will not do it according to my knowledge. എൻ്റെ അറിവനുസരിച്ച് ഞാൻ അത് ചെയ്യുകയില്ല. I will go into the presence of the Lord and ask the Lord, Lord, what shall I do? ദൈവസന്നിധിയിലേക്ക് ഞാൻ കടന്നു എന്ന് ദൈവത്തോട് ചോദിക്കും, കർത്താവേ ഞാൻ എന്ത് ചെയ്യണമെന്ന്. I will guarantee one thing for you. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകാം. If you ask, he will speak. നിങ്ങൾ ചോദിച്ചാൽ അവൻ തീർച്ചയായിട്ടും നിങ്ങളോട് സംസാരിക്കും. If you ask, he will speak to you. നിങ്ങൾ ചോദിച്ചാൽ അവൻ നിങ്ങളോട് സംസാരിക്കും. He will let you know what you should be doing. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തും. Our God is not a dumb God. നമ്മുടെ ദൈവം മൂഢനായ ഒരു ദൈവമല്ല. Our God is not a God who cannot hear. നമ്മുടെ ശബ്ദം നമ്മുടെ കരച്ചിൽ കേൾക്കുവാൻ കഴിയാത്ത ഒരു ചെകിടനായ ദൈവമല്ല നമ്മുടെ ദൈവം. Our God is not a blind God. നമ്മുടെ ദൈവം കുരുടനായ ഒരു ദൈവമല്ല. Hallelujah. Hallelujah. And his hand is not shortened. അവന്റെ കരം ഒരിക്കലും കുറുതായി പോയിട്ടില്ല. He cannot bless you because we never go and ask you for one. Pardon? He cannot bless you because we never go and ask നമ്മൾ for ദൈവത്തോട് one. ചെന്ന് ചോദിക്കാത്തത് കൊണ്ടാണ് അവന് നമ്മളെ അനുഗ്രഹിക്കുവാൻ കഴിയാതെ പോകുന്നത്. So put God ahead of everything in your life. നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വത്തിനു മുൻപായി ദൈവത്തെ മുൻനിർത്തുക. And I would encourage you again to make a decision to do that today. അത് ഇന്ന് പൽക്കാലം അങ്ങനെ ഒരു തീരുമാനം എടുക്കുവാനായി ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. Even if you did not raise your hand before, നേരത്തെ കുട്ടി കൈ ഉയർത്തിയിട്ടില്ലാത്തവരാണെങ്കിലും you still make that decision. നിങ്ങൾ ആ തീരുമാനം എടുക്കുക. Towards the end of the sermon, we will pray for you. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഈ ശുശ്രൂഷയുടെ അവസാനം പ്രാർത്ഥിക്കുന്നതായിരിക്കും. And the Lord will empower you. ദൈവം നിങ്ങളെ ശക്തീകരിക്കും. And my Lord will go with you. എൻ്റെ ദൈവം നിങ്ങളോട് കൂടെ പോകും. And he will change everything in your life. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും അവൻ രൂപാന്തരപ്പെടുത്തി മാറ്റും. But make a decision now. ഇപ്പോൾ ഒരു തീരുമാനം എടുക്കുക. From this moment onwards, ഈ നിമിഷം മുതൽ whenever I have a need, എനിക്കൊരു ആവശ്യമുണ്ടാകുമ്പോൾ, whenever I am in confusion, ഞാൻ ചിന്താകുഴപ്പത്തിലായിരിക്കുമ്പോൾ, whenever I do not know what to do, എന്ത് ചെയ്യണമെന്ന് ഞാൻ അറിയാത്തൊരവസ്ഥയിലായി തീരുമ്പോൾ, I will not depend on my knowledge. എൻ്റെ സ്വന്തം ബുദ്ധിയിൽ ഞാൻ ചാരുകയില്ല. I will go to the presence of the Lord. ഞാൻ ദൈവസന്നിധിയിലേക്ക് കടന്നു പോകും. And I will ask the Lord, what shall I do? ഞാൻ ദൈവത്തോട് ചോദിക്കും, കർത്താവേ ഞാൻ എന്ത് ചെയ്യണമെന്ന്. The other thing what the Lord wants to do today is, ഇന്ന് പൽക്കാലം ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇനി മറ്റൊരു കാര്യം, He wants to enlighten your heart. നിങ്ങളുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. He would like to enlighten the heart of you, നിങ്ങളുടെ ഹൃദയ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. so that you can know what is the hope of His calling in your life. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതിന് വേണ്ടി. How many of we know why we are called? നമ്മൾ എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടു എന്ന് നിങ്ങൾ എത്ര പേർക്ക് അറിയാം? How many of you are sure that you are surely called by the Lord? ദൈവത്താൽ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഉറപ്പുള്ള എത്ര പേരുണ്ട്? Praise the Lord. ആമേൻ. Everyone is not called to be a preacher. എല്ലാവരും പ്രസംഗകനാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല. Everyone is not called to make a church. ഒരു സഭ ഉണ്ടാക്കുവാൻ വേണ്ടി എല്ലാവരും വിളിക്കപ്പെട്ടിട്ടില്ല. Many of them are called to worship the Lord in truth and spirit. എല്ലാവരും തന്നെ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. Jesus Christ died for several so that they shall live and be saved. ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി മാത്രമാണ് യേശു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചത്.
So be faithful to the Lord in your life. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വസ്തരായിരിക്കുക. You are called maybe to live a faithful life. ഒരു വിശ്വസ്ത ജീവിതം നയിക്കുവാൻ വേണ്ടിയാണ് ദൈവം ഒരുപക്ഷേ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. So that your life will be a testimony to the person next to you. നിങ്ങളുടെ അടുത്തേ ഇരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളുടെ ജീവിതം ഒരു സാക്ഷ്യമായി തീരുവാൻ വേണ്ടി ദൈവം നിങ്ങളെ വിളിച്ചു കാണും. So that your life will be a testimony to your neighbor. നിങ്ങളുടെ അയൽക്കാർക്ക് നിങ്ങൾ ഒരു സാക്ഷിയായിരിക്കുവാൻ വേണ്ടിയാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. So that the life in your family will be a testimony to the rest of the family. കുടുംബത്തിലുള്ള മറ്റുള്ളവർക്ക് സാക്ഷിയായി നിങ്ങൾ തീരേണ്ടതിന് വേണ്ടിയാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. Or some are called to sing the songs. ചിലരൊക്കെ ഗാനങ്ങൾ ദൈവത്തിന് വേണ്ടി പാടുവാൻ വിളിക്കപ്പെട്ടവരാണ്. Some are called to pray. ചിലർ പ്രാർത്ഥിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. And people are called to do different things in the ministry of God. ദൈവിക ശുശ്രൂഷയിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ദൈവം വ്യത്യസ്തമായ വ്യക്തികളെ വിളിച്ചു വേർതിരിക്കുന്നു. Living a true Christian life and worshiping the Lord in truth and spirit is a ministry. ദൈവത്തെ യഥാർത്ഥമായി ആരാധിച്ച് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് തന്നെ യഥാർത്ഥമായി ദൈവം വിളിക്കപ്പെട്ട ജനത്തിന്റെ ശുശ്രൂഷയാണ്. Hallelujah. Hallelujah. Praise the Lord. Amen. So understand what is your call. നിങ്ങളുടെ വിളി, ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിയുടെ ഉദ്ദേശം എന്തെന്ന് മനസ്സിലാക്കുക. I will tell you one thing for sure. ഒരു കാര്യം ഞാൻ ഉറപ്പോട് പറയാം. You are not called to live like the world. ഈ ലോകം ജീവിക്കുന്ന പോലെ ജീവിക്കുവാൻ വേണ്ടി അല്ല നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. You are not called to do everything like the other person does. മറ്റുള്ളവർ ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ വേണ്ടി അല്ല ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. You are a peculiar tribe. നിങ്ങൾ ദൈവത്താൽ വിളിക്കപ്പെട്ട പ്രത്യേക ജാതിയാണ്. You are a peculiar person for the Lord. ദൈവത്തിന് വേണ്ടി വിളിക്കപ്പെട്ട പ്രത്യേക ജനമാണ് നിങ്ങൾ. You are part of the holy priesthood. നിങ്ങൾ പുരോഹിത വർഗ്ഗമാണ്, രാജകീയ പുരോഹിത വർഗ്ഗമാണ്. So that you cannot do everything everybody else does. അതുകൊണ്ട് മറ്റുള്ളവർ ചെയ്യുന്ന എല്ലാം നിങ്ങൾക്കും ചെയ്യുവാൻ പാടില്ല. So you come here for the worship on Sunday. അതുകൊണ്ട് ഞായറാഴ്ചകളിൽ ആരാധനയ്ക്കായി കടന്നു വരുമ്പോൾ You will participate in all the meetings in the church. സഭയിലുള്ള എല്ലാ യോഗങ്ങളിലേക്കും നിങ്ങൾ പങ്കുകൊള്ളുമ്പോൾ, And then when we go out, we are outside the building of the church. ആരാധനാലയം വിട്ടു പുറത്തേക്ക് പോകുമ്പോൾ We live like the other guy does. മറ്റുള്ളവർ ജീവിക്കുന്ന പോലെ നമ്മളും ജീവിച്ചു പോവുകയാണ്. You don't know what is your call. നിങ്ങളുടെ വിളി എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. You don't know what how much valuable you are. നിങ്ങൾ എത്രമാത്രം വിലയേറിയവരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. In the book of Luke chapter 15 we read. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. We read about a coin that was lost. ഒരു നഷ്ടപ്പെട്ട നാണയത്തെ കുറിച്ച് നമ്മൾ ഇവിടെ കാണുന്നു. When we look at a coin, ആ നാണയത്തെ കുറിച്ച് ദ്രഹ്മപ്പണത്തെ കുറിച്ച് നോക്കുമ്പോൾ the coin has two sides. ആ നാണയത്തിന് രണ്ട് വശങ്ങളുണ്ട്. On one side it shows the authority who is issuing this coin. ഈ നാണയം പ്രസിദ്ധീകരിക്കുന്ന അല്ലെങ്കിൽ നൽകുന്ന ആളുടെ അധികാരം മുദ്ര അതിൽ വെളിപ്പെടുന്നു. On the other side it says what is the value of this coin. ആ മറുവശത്തിൽ അത് യഥാർത്ഥമായി ആ നാണയത്തിന്റെ വില എന്തെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. But the coin itself do not know what is its value. എന്നാൽ ആ നാണയത്തിന് സ്വയമേ അറിയില്ല അതിന്റെ വില എത്രയെന്ന്. The person reading the side of the coin knows this is 5 rupees or 10 rupees. എന്നാൽ ആ നാണയം കയ്യിലിരിക്കുന്ന വ്യക്തി അത് വായിച്ച് മനസ്സിലാക്കുന്നു ആ നാണയത്തിന്റെ മൂല്യം എത്രയെന്ന്, 5 രൂപയോ 10 രൂപയോ എന്ന്. But the coin itself never knows that I have some value. എന്നാൽ നാണയത്തിന് സ്വയമേ അറിയില്ല അതിന് ഇത്ര മൂല്യമുണ്ട്, വിലയുണ്ടെന്ന്. Many Christians are like that today. ഇന്ന് പൽക്കാലം അനേക ക്രിസ്ത്യാനികൾ അങ്ങനെയാണ്. They do not know what is the value of their life. അവരുടെ ജീവിതത്തിന്റെ വില എന്തെന്ന് അവർക്ക് അറിയില്ല. Jesus said if a man gets the whole world and lose his soul, what profiteth? എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്ന ഈ മുഴുവൻ ലോകം നേടിയിട്ടും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് എന്ത് ലാഭമെന്നാണ്. Are you one of them who don't know what is the value of your life to God? ദൈവത്തിന്റെ മുൻപാകെ നിന്റെ ജീവിതത്തിന്റെ വില എന്തെന്ന് അറിയാത്ത ഒരു വ്യക്തിയാണോ നീ ഇന്ന് കാലം? Maybe you are like that. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരിക്കാം ഒരുപക്ഷേ നീ. What is your value in front of God? ദൈവത്തിന് മുൻപാകെ നിന്റെ വില എത്രയാണ്? What is the value of your soul in front of the Lord? ദൈവത്തിന് മുൻപാകെ നിന്റെ ആത്മാവിന്റെ വില എത്ര? He gave his own son so that he can purchase you. അവൻ തന്റെ സ്വന്തം പുത്രനെ നിനക്ക് വേണ്ടി നൽകി കൊടുത്ത് നിന്നെ വില കൊടുത്ത് വാങ്ങി. So you are so precious. അതുകൊണ്ട് നീ ദൈവത്തിൽ വളരെ വിലയേറിയ വ്യക്തിയാണ്. You are so precious, nobody can determine the price of you and your soul. അതുകൊണ്ട് നിന്റെ ആത്മാവിനും നിനക്കും ആർക്കും വില കൽപ്പിക്കുവാൻ കഴിയില്ല. കാരണം അത്രമാത്രം വിലയേറിയ വ്യക്തിയാണ് നീ ദൈവസന്നിധിയിൽ. My dear friend, if you don't know the value of your soul this morning,
ഇന്ന് പൽക്കാലം നിന്റെ ആത്മാവിന്റെ വില ആർക്കെങ്കിലും അറിയാത്തവരായി ഇന്ന് പൽക്കാലം ഇവിടെ ഉണ്ട് എങ്കിൽ, if you don't think that you are precious to the Lord this morning, ഇന്ന് പൽക്കാലം ദൈവം മുൻപാകെ നിങ്ങൾ വിലയേറിയവരാണെന്ന് ബോധ്യം നിങ്ങൾക്കില്ല എങ്കിൽ, and you have never accepted Christ as your personal savior, യേശുവിനെ നിന്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഇന്ന് പൽക്കാലം കേൾക്കുന്നെങ്കിൽ, still you live like the worldly people, ഈ ലോക മനുഷ്യരെ പോലെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ, oh please come back to the Lord this morning. ഇന്ന് പൽക്കാലം ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരിക. He loves you so much. അവൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. He gave his life for you. അവൻ തന്റെ ജീവൻ നിനക്ക് വേണ്ടി നൽകി തന്നു. He says come as you are. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ അതേപടി എങ്കിലേക്ക് വരിക എന്ന് അവൻ നിന്നോട് Oh പറയുന്നു. hallelujah, if you are a sinner you come to the Lord as you are. നീ ഒരു പാപിയാകുന്നുവെങ്കിൽ നീ പാപിയായിരിക്കുന്ന അതേ അവസ്ഥയിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരിക. Oh hallelujah, there is pleasures and prizes in the presence of the Lord. ദൈവസന്നിധിയിൽ നിനക്ക് വേണ്ടി ആനന്ദവും സന്തോഷവും ഉണ്ട്. Hallelujah, the Lord will set your life right. നിന്റെ ജീവിതത്തെ അവൻ നേരെയാക്കും. Oh, all the problems that you are facing today, the Lord will work with you. നിന്നെ അഭിമുഖീകരിക്കുന്ന ആ പ്രശ്നങ്ങളെ ദൈവം നിനക്ക് വേണ്ടി കൈകാര്യം ചെയ്യും. He will give you the grace so that you can live a Christian life every day. ഓരോ ദിവസവും ഒരു ക്രിസ്തീയ ജീവിതം നന്നായി നയിക്കുവാൻ വേണ്ടി ദൈവം നിന്റെ ആയുഷ്കാലത്തെ ദീർഘമാക്കും. Jesus said, I give you my peace, it is not like the world gives. യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകി തരുന്നു, ആ സമാധാനം ഈ ലോകം നൽകുന്നത് പോലെ അല്ല. So you will be peaceful and happy in your life if you come to Christ today. ഇന്ന് പൽക്കാലം യേശുവിന്റെ അടുക്കിലേക്ക് നീ കടന്നു വരുമെങ്കിൽ ദൈവം ദൈവികമായ സമാധാനത്താൽ നിന്റെ ഹൃദയത്തെ നിറയ്ക്കും. If you do not know the value of your life, നിന്റെ ജീവിതത്തിന്റെ വില നിനക്ക് പൽക്കാലം അറിയുകയില്ല എങ്കിൽ, if you do not know the value of your soul, നിന്റെ ആത്മാവിന്റെ വില പൽക്കാലം നിനക്ക് അറിയുകയില്ല എങ്കിൽ, oh let me comfort you, let me make you understand it is more precious than anything you can imagine. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതിലപ്പുറമായി ഏതൊന്നിനും നിങ്ങൾ വില കൽപ്പിക്കുന്നു അതിനേക്കാൾ ഉപരി വിലയുള്ളതാണ് നിങ്ങളുടെ ആത്മാവ്. Oh my dear friends who hear me this morning, ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന മക്കളെ, any often you think that you haven't accepted Christ as your personal savior, യേശുവിനെ നിന്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്നുണ്ട് എങ്കിൽ, any one of you know in your heart that you are walking away from the Lord, ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നു, ദൂരമേ ജീവിക്കുന്നു എന്ന് ബോധ്യമുള്ള ആരെങ്കിലും ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്നുവെങ്കിൽ, oh my brother or my sister, എന്റെ പ്രിയ സഹോദര സഹോദരി, if your conscience is telling you yes you are that person, ആ വ്യക്തി ഞാനാകുന്നു, എന്റെ ആത്മാവ് നിന്റെ മനസ്സ് നിന്നോട് പറയുന്നുവെങ്കിൽ, please submit yourself to the Lord now. ഇന്ന് പൽക്കാലം ഈ സമയം ദൈവസന്നിധിയെ സമർപ്പിക്കുക. Cry out to the Lord and say, Lord, I am a sinner. ദൈവത്തോട് നിലവിളിച്ച് പറയുക, കർത്താവേ ഞാൻ ഒരു പാപിയാണ്. Lord, I did not love you like you loved me. നീ എന്നെ സ്നേഹിച്ചതുപോലെ കർത്താവേ ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടില്ല. Let me ask you, how many of you are willing to give your own life for Jesus? യേശുവിന് വേണ്ടി തങ്ങളുടെ സ്വന്തം ജീവിതത്തെ നൽകി തരുവാൻ നിങ്ങൾ എത്ര പേർക്ക് താല്പര്യമുണ്ട്? How many of you are even ready to throw away some of your luxuries in life for the name of Jesus? യേശുവിന്റെ നാമത്തിന് വേണ്ടി നിങ്ങൾ ആസ്വദിക്കുന്ന ലോക ഇമ്പങ്ങളെ എത്രമാത്രം നിങ്ങൾ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുന്നു? As the ministry of reconciliation was here this morning, ഇന്ന് പൽക്കാലം നേരത്തെ നടത്തപ്പെട്ട ശുശ്രൂഷ പോലെ, how many of you are willing to forgive your enemy and come back to life? നിന്റെ ശത്രുവിനെ ക്ഷമിച്ചിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ നിങ്ങൾ എത്ര പേർ തയ്യാറാകുന്നു? When we have hatred and rebellion in our mind, we are away from Christ. മറുതലിക്കുകയും ക്ഷമിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നവരാണ്. God loved us not because we are saints. നമ്മൾ ഭക്തരായതുകൊണ്ടല്ല ദൈവം നമ്മളെ സ്നേഹിച്ചത്. My dear, let me ask you, if Jesus Christ was behaving just like we are behaving today, how many of we will be added to his kingdom? How many of we will be saved? നമ്മൾ പ്രവർത്തിക്കുന്ന പോലെയാണ് ദൈവം നമ്മളോട് പ്രവർത്തിക്കുന്നെങ്കിൽ നമ്മൾ എത്ര പേരാണ് ദൈവസഭയിൽ ദൈവമക്കളായി തീരുവാൻ ഇടയായി തീരും? How many of us will be justified in front of God? ദൈവം മുൻപാകെ എത്ര പേർ നീതീകരിക്കപ്പെടുവാൻ ഇടയായി തീരും? Oh, let the love of Lord go through you in your life. അതുകൊണ്ട് ദൈവസ്നേഹം നിന്നിലൂടെ പ്രവർത്തിക്കുവാനാകട്ടെ. Let the love of God just go through your heart and you become like Christ Jesus in your life. നിന്റെ ജീവിതത്തിൽ ദൈവസ്നേഹം ഇറങ്ങി വന്നിട്ട് നീ യേശുവിനെ പോലെ ആകുവാൻ ഇടയാകട്ടെ. If your conscience is talking to you this morning, ഇന്ന് പൽക്കാലം നിന്റെ മനസ്സാക്ഷി നിന്നോട് സംസാരിക്കുന്നുവെങ്കിൽ, I need a change. എനിക്കൊരു മാറ്റം ആവശ്യമാണ്.
I am a valuable person. ഞാൻ ദൈവസന്നിധിയിൽ വിലയേറിയ വ്യക്തിയാണ്. My soul is valuable. എന്റെ ആത്മാവിന് ദൈവസന്നിധിയിൽ വിലയുണ്ട്. My soul belongs to God. എന്റെ ആത്മാവ് ദൈവത്തിനുള്ളതാണ്. I have no right to destroy this. അതിനെ നശിപ്പിക്കാൻ എനിക്ക് ഒരു അവകാശവുമില്ല. I have no right to take my soul to this place and that place and that place. അവിടെയും ഇവിടെയും എന്റെ ആത്മാവിനെ കൊണ്ടുപോകാൻ എനിക്ക് അവകാശമില്ല. My soul rejoices only in the presence of the Lord. എന്റെ ആത്മാവ് ദൈവസന്നിധിയിൽ മാത്രം ആനന്ദിക്കുവാനുള്ളതാണ്. So you are much precious today. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നീ വളരെ വിലയേറിയ വ്യക്തിയാണ്. So understand that and come to Jesus. അതുകൊണ്ട് അത് മനസ്സിലാക്കി ദൈവസന്നിധിയിലേക്ക് കടന്നു വരിക. Either you may be a person who already knew that. അത് ഒരുപക്ഷെ അറിയുന്ന ഒരു വ്യക്തിയായിരിക്കാം നീ. And you have been living a Christian life. നീ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന വ്യക്തിയായിരിക്കാം. And you are not anymore. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ലായിരിക്കാം. When we continue to read the 15th chapter of Luke, ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുമ്പോൾ we also see another parable that Jesus said there. അവിടെ യേശു പറയുന്ന ഇനി ഒരു ഉപമ നമുക്ക് കാണുവാൻ കഴിയും. A man had several sheep. ഒരു മനുഷ്യന് അനേകം ആടുകൾ ഉണ്ടായിരുന്നു. And one of the sheep decided to leave the flock. എന്നാൽ ഒരു ആട് തീരുമാനിച്ചു കൂട്ടം വിട്ടു പോകുവാൻ. God has several millions of people who are saved. അനേക ആയിരങ്ങൾ രക്ഷിക്കപ്പെട്ടവരായി ദൈവത്തിനുണ്ട്. My brother, don't think, my sister, don't think you are the only one who is saved in this world. നിങ്ങൾ മാത്രമല്ല ഒരു ഒറ്റ വ്യക്തിയല്ല ദൈവത്തിൽ രക്ഷിക്കപ്പെട്ടത് എന്നുള്ളത് ഓർക്കുക. There are millions and millions and millions or even billions and billions of people. കോടി കോടി ജനം ദൈവത്തിൽ രക്ഷിക്കപ്പെട്ടവരായി ഉണ്ട്. There are several billions of people who cry out into the presence of the Lord, say, Lord, save me. എന്നെ രക്ഷിക്കണമേ കർത്താവേ എന്ന് നിലവിളിക്കുന്ന അനേക ആയിരങ്ങൾ അനേക കോടികളുണ്ട്. Around the world in many languages, in many countries, in many tribes, there are billions of people crying out, Lord Jesus, come into my heart. കർത്താവേ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ എന്ന് അനേക ആയിരങ്ങൾ കോടികൾ അനേക രാജ്യങ്ങളിൽ നിന്ന് ഭാഷകളിൽ നിന്ന് വർഗ്ഗങ്ങളിൽ നിന്ന് ദൈവത്തോട് നിലവിളിക്കുന്നവരായുണ്ട്. There are billions of people for the Lord who says, Lord, let your peace be in my heart. കർത്താവേ നിന്റെ സമാധാനം എൻ്റെ ഉള്ളിൽ കടന്നു വരണമേ എന്ന് നിലവിളിക്കുന്ന അനേക ആയിരങ്ങളുണ്ട്. And I am calling you to join them this morning. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെയും അതിന്റെ കൂട്ടത്തിൽ ചേരുവാൻ വിളിക്കുകയാണ്. You may be like that one sheep that walked away. ഇന്ന് ആ കൂട്ടം വിട്ട് ഓടി തനിച്ചു പോയ ഒരു ആടിനെ പോലെ ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം. Maybe that sheep went out to other places so it can have a better life. നല്ലൊരു ജീവിതം നയിക്കുവാൻ വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ ആ കൂട്ടം വിട്ട് ആട് തനിച്ചു പോയത്. Maybe that sheep saw the enticement of the world. ലോകത്തിന്റെ സന്തോഷം അല്ലെ അതിന്റെ പുഷ്ടി കണ്ടിട്ടായിരിക്കാം ആകർഷണം കണ്ടിട്ടായിരിക്കാം ആട് കൂട്ടം വിട്ടു പോയത്. Maybe that sheep went away, there is a lot of green on the other side. മറുവശത്ത് നല്ല പച്ച കണ്ടിട്ടായിരിക്കാം ആട് കൂട്ടം വിട്ടു പോയത്. Or maybe it was simply lost in the way. അല്ല എങ്കിൽ ഒരുപക്ഷെ അത് വഴി നഷ്ടപ്പെട്ടു പോയതായിരിക്കാം. Anyway, the sheep is not in the flock now. എന്നാൽ എങ്ങനെയായാലും ആ ആട് കൂട്ടത്തിൽ ഇല്ല ഇപ്പോൾ. Are you like that? നീ അങ്ങനെയുള്ള അവസ്ഥയിലാണോ? Have you known Jesus and walked away? യേശുവിനെ അറിഞ്ഞിട്ട് നീ യേശുവിനെ വിട്ട് പിന്മാറിപ്പോയ വ്യക്തി ജീവിതമാണോ? Have you known Jesus and because of the troubles and situations of your life you are away from God? യേശുവിനെ അറിഞ്ഞിട്ട് നിന്റെ ജീവിതത്തിൽ വന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും കണ്ട് നീ യേശുവിനെ വിട്ട് പിന്മാറിപ്പോയ വ്യക്തിയാണോ? Or you slowly backslid in your Christian life? അല്ല നിന്റെ ക്രിസ്തീയ ജീവിതത്തിൽ കുറച്ചായിട്ട് പിന്മാറിപ്പോയ ഒരു വ്യക്തിയാണോ നീ? My friend, come back to Christ. എൻ്റെ സ്നേഹിത യേശുവിലേക്ക് മടങ്ങി വരിക. Come back to Christ this morning. ഇന്ന് പകൽക്കാലം യേശുവിലേക്ക് മടങ്ങി വരിക. My God is a reinstating God. Pardon? Reinstating. ദൈവം പകൽക്കാലം യഥാസ്ഥാനപ്പെടുത്തുകയാണ്. If you are lost, He will bring you back to where you belong. നീ വഴി നഷ്ടപ്പെട്ട വ്യക്തിയാണെങ്കിൽ ദൈവം നിന്നെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തി അവിടേക്ക് കൊണ്ടുവരും. If your conscience is talking to you now, ഇന്ന് പകൽക്കാലം നിന്റെ മനസ്സാക്ഷി നിന്നോട് സംസാരിക്കുന്നുണ്ട് എങ്കിൽ please commit your life to the Lord to come back. നിന്റെ ജീവിതത്തെ യേശുവിലേക്ക് സമർപ്പിക്കുക, യേശുവിലേക്ക് മടങ്ങി വരിക. You might have noticed. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. I'm not asking you to stand up or raise your hand. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തുവാനോ നിങ്ങളെ എഴുന്നേറ്റ് നിൽക്കുവാനോ ഞാൻ ആവശ്യപ്പെടുന്നില്ല. I want the Holy Spirit to minister to you. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശുശ്രൂഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. I'm giving you a call to submit to the Holy Spirit now. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് അനുസരണമായി നിങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുവാൻ ഞാൻ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. I know the Spirit of the Lord is talking to some of you this morning. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ ചിലരോട് സംസാരിക്കുന്നുവെന്ന് എനിക്കറിയാം. I don't care if you are like the coin who don't know its value. ഒരുപക്ഷേ നിങ്ങൾ ആ നാണയത്തെ പോലെ തങ്ങളുടെ സ്വയവില അറിയാത്ത ഒരു വ്യക്തിയെ പോലെ നിങ്ങൾ ആയിരിക്കാമെങ്കിലും I don't care if you are like the sheep that lost the flock.
ആ കൂട്ടം വിട്ടു പോയ ആടിനെ പോലെയാണ്, വഴിതെറ്റിപ്പോയ ആടിനെ പോലെയാണ് നിങ്ങൾ ആയിരിക്കുന്നത് എങ്കിലും come back, my friend. മടങ്ങി വരിക പ്രിയ സഹോദര. My Jesus is waiting for you. എന്റെ യേശു നിനക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. My Jesus is waiting for you. യേശു നിനക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. As we continue to read the chapter of 15th of Luke, ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ we see a parable of a man. ഒരു മനുഷ്യന്റെ കാര്യം നമ്മൾ ഇവിടെ കാണുന്നു. We call him the prodigal son. അവനെ നമ്മൾ മുടിയനായ പുത്രൻ എന്നാണ് വിളിക്കുന്നത്. I would like to call him the reinstated man. ഞാൻ എന്നാൽ അവനെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്ന യഥാസ്ഥാനപ്പെട്ട ഒരു വ്യക്തി എന്നാണ്. He was reinstated. അവൻ യഥാസ്ഥാനപ്പെട്ട വ്യക്തിയാണ്. He is not just the prodigal son. അവൻ മുടിയനായ പുത്രൻ അല്ല ഇപ്പോൾ. മാത്രമല്ല ഇപ്പോൾ. He is the reinstated man. അവൻ യഥാസ്ഥാനപ്പെട്ട ഒരു വ്യക്തിയാണ്. He went to the father. അവൻ പിതാവിന്റെ അടുക്കലേക്ക് ചെന്നു. Oh father, give me my share. എന്റെ പങ്ക് എനിക്ക് തന്നാലും. Let me go and enjoy my life. എന്റെ ജീവിതം പോയി ആസ്വദിക്കുവാൻ എന്നെ അനുവദിക്കൂ. And he went into the world. അങ്ങനെ ലോകത്തിലേക്ക് അവൻ ഇറങ്ങി ചെന്നു. Oh, he used his knowledge. അവന്റെ ബുദ്ധി അവൻ ഉപയോഗിച്ചു. Oh, the one that I was talking before. ഞാൻ നേരത്തെ പറഞ്ഞ വ്യക്തിയെ പോലെ. You remember that I was talking about you using your knowledge. നിന്റെ സ്വന്തം ബുദ്ധിയെ കുറിച്ച് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതിന് ഓർക്കുമല്ലോ. He did not use the wisdom of God. ദൈവിക ബുദ്ധിയല്ല, ജ്ഞാനമല്ല അവൻ ഉപയോഗിച്ചത്. So we read that he went to the father. അവൻ പിതാവിന്റെ അടുക്കലേക്ക് ചെന്നു. He know he has a father. അവൻ അറിയാം അവൻ ഒരു പിതാവുണ്ട് എന്ന്. He know his father is a rich man. അവൻ അറിയാം അവന്റെ പിതാവ് ഒരു സമ്പന്നനായ മനുഷ്യനാണെന്ന്. He know his father has lot of money. പിതാവിന് വളരെ പണമുണ്ട്, സമ്പാദ്യമുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. And you know you have a father in heaven. നിനക്കറിയാമോ നിനക്ക് സ്വർഗ്ഗത്തിൽ ഒരു പിതാവുണ്ട്. You may know that you have a father in heaven. സ്വർഗ്ഗത്തിൽ നിനക്കൊരു പിതാവുണ്ടെന്ന് നീ അറിയുക. You know that your father in heaven will bless you. നിന്റെ പിതാവ്, സ്വർഗ്ഗത്തിലുള്ള പിതാവ് നിന്നെ അനുഗ്രഹിക്കുന്നവനാണെന്ന് അറിയുക. You may also know that your father is enough for you. നിന്റെ പിതാവ് നിനക്ക് മതിയായവനെന്ന് ഒരുപക്ഷേ നിനക്കറിയാം. Oh, he has lot of riches in his glory. അവന്റെ മഹത്വത്തിൽ അനേക ധനങ്ങളുണ്ട്. You know all these things. ഇതൊക്കെ നിനക്ക് അറിയാവുന്നതാണ്. You are not a foolish person. നീ ഒരു മൂഢനായ മനുഷ്യനല്ല. You are not the man like the coin doesn't know the value. ഒരു നാണയത്തിന് സ്വയമായി മൂല്യം അറിയാത്തതുപോലെയുള്ള ഒരു വ്യക്തി അല്ല നീ. You know your value. നിന്റെ വില നിനക്കറിയാം. You know your father has a great inheritance. നിന്റെ പിതാവിന് അനേക സമ്പത്തുണ്ട് എന്നും നിനക്കും അറിയാം. You know there is an eternal life. നിനക്കൊരു നിത്യ ജീവൻ ഉണ്ടെന്ന് നിനക്കറിയാം. You know that Jesus died for you. യേശു നിനക്ക് വേണ്ടി മരിച്ചു എന്ന് നിനക്കറിയാം. Oh, you know he loves you. അവൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നിനക്കറിയാം. Oh, you are saying give me my portion. എന്നാൽ നീ പറയുന്നത് എനിക്ക് എന്റെ പങ്ക് തന്നാട്ടെ. Praise the Lord. Amen. Who is the Lord talking to you this morning? ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? You are willing to go away. നീ ഇറങ്ങിപ്പോകുവാൻ തയ്യാറായിരിക്കുന്നു. You are willing to take your portion and go from my God. ദൈവത്തിൽ നിന്ന് നിന്റെ പങ്ക് സ്വീകരിച്ച് മടങ്ങിപ്പോകുവാൻ നീ ആഗ്രഹിച്ചിരിക്കുകയാണ്. You know there is a God. ഒരു ദൈവം ഉണ്ടെന്ന് നിനക്കറിയാം. You know there is Jesus Christ. യേശു ഉണ്ടെന്ന് നിനക്കറിയാം. You know Christ died for you. യേശു നിനക്ക് വേണ്ടി മരിച്ചു എന്ന് നിനക്കറിയാം. You know there is Holy Spirit. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് നിനക്കറിയാം. You know Holy Spirit will guide you and help you. പരിശുദ്ധാത്മാവ് നിന്നെ വഴി നടത്തും, നയിക്കുമെന്ന് നിനക്കറിയാം. You know there are a lot of blessings in the presence of the Lord. ദൈവസന്നിധിയിൽ അനേക നന്മകളുണ്ടെന്ന് നിനക്കറിയാം. Yet you have either walked away or willing to walk away. ഒന്നുകിൽ നീ ദൈവത്തെ വിട്ട് നീ പിന്മാറി പോയി, അല്ല എങ്കിൽ മാറി പോകുവാനായി തീരുമാനിച്ചിരിക്കുന്നു. No, my dear, look into your heart now. ഇന്ന് പൽക്കാലം നിന്റെ ഹൃദയത്തെ ശോധന ചെയ്താട്ടെ. Are you like the prodigal son? നീ ആ മുടിയനായ പുത്രനെ പോലെയാണോ? I would like you to be the reinstated son today. എന്നാൽ ഇന്ന് പൽക്കാലം യഥാസ്ഥാനപ്പെട്ട ആ വ്യക്തിയെ പോലെ തീരുവാൻ നിന്നെ കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നു. Come back, my brother. മടങ്ങി വരിക എൻ്റെ പ്രിയ സഹോദര. Come back, my sister. പ്രിയ സഹോദരി, മടങ്ങി വരിക. The Holy Spirit says, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നത്, there is a soul that came into worship today. ഇന്ന് പൽക്കാലം ആരാധനയ്ക്കായി ഒരു വ്യക്തി കടന്നു വന്നിട്ടുണ്ട്. Oh, there is lot of grief in his heart. അവന്റെ ഹൃദയത്തിൽ വളരെ വേദനകൾ, നൊമ്പരങ്ങളുണ്ട്. Oh, he is worried about what is going to happen. എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി ഇവിടെയുണ്ട്. You don't know what to be done next. അടുത്ത് എന്ത് ചെയ്യണമെന്ന് നിനക്ക് അറിയില്ല. You are here with a lot of tears, but you are not crying out. നീ വളരെ വേദനയോട് ആയിരിക്കുന്നു, എന്നാൽ നീ പുറമേ കരയുന്നില്ല, അകമേ കരയുകയാണ്. My brother, my sister, the Lord is calling you. പ്രിയ സഹോദര, സഹോദരി, ദൈവം നിന്നെ വിളിക്കുന്നു. Come to me that I will give you comfort. എന്റെ അടുക്കലേക്ക് വരിക, ഞാൻ നിനക്ക് ആശ്വാസം നൽകി തരാം. Those are heavy laden and laboring, come to me, I will give you comfort. ഭാരപ്പെടുന്നവർ, അധ്വാനിക്കുന്നവർ,
ഭാരപ്പെടുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകി തരും. My Lord is the only place where He can find some comfort. ആശ്വാസം പ്രാപിപ്പാൻ ദൈവസന്നിധി അല്ലാതെ മറ്റൊന്നുമില്ല. The world will never comfort anybody. ഈ ലോകം ഒരിക്കലും ആരെയും ആശ്വസിപ്പിക്കുകയില്ല. The comfort that the world gives is very temporary. എന്നാൽ ഈ ലോകം തരുന്ന ആശ്വാസം എന്ന് പറയുന്നത് നിമിഷം മാത്രമാണ്. It is like a bubble in the water. ഇത് വെള്ളത്തിന്റെ കുമിള പോലെ. When the bubble comes up in the water, വെള്ളത്തിൽ കുമിള ഉണ്ടാകുമ്പോൾ it is pretty to look at. കാണാൻ നല്ല ഭംഗിയാണ്. When the sun shines on it, സൂര്യൻ അതിന്റെ മേൽ ഉദിക്കുമ്പോൾ, പ്രകാശിക്കുമ്പോൾ, that water bubble will shine like a piece of diamond. ഒരു ഡയമണ്ട് പോലെ, അത് രത്നം പോലെ അത് ജ്വലിക്കും. You can even see the rainbow in there. അവിടെ മഴവില്ലിന്റെ നിറങ്ങൾ അതിൽ കാണാം. You can see all the colors of the rainbow in that water bubble. മഴവില്ലിന്റെ നിറങ്ങളൊക്കെയും ആ കുമിളയിൽ നിങ്ങൾക്ക് കാണാം. That is the pleasure what the world gives. അതാണ് ഈ ലോകം തരുന്ന സന്തോഷം. You can see everything in there. എല്ലാം നിനക്ക് അതിൽ കാണുവാൻ കഴിയും. All kind of pleasures are there. എല്ലാ ലോകത്തിന്റെ ഇമ്പങ്ങളും നിനക്ക് അതിൽ കാണുവാൻ കഴിയും. All kind of things are there which will satisfy your flesh. നിന്റെ ശരീര ജഡത്തെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അതിൽ കാണുവാൻ കഴിയും. But what happens after a moment? എന്നാൽ അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നത്? The bubble bursts. ഇതാ ആ കുമിള പൊട്ടിപ്പോകുന്നു. No more rainbow. അവിടെ മഴവില്ലിന്റെ നിറങ്ങളൊന്നുമില്ല. There is no more beauty. ഒരു ഭംഗി അതിലില്ല. We don't even know where it was. അത് എവിടെയായിരുന്നു എന്ന് പിന്നെ കാണുവാൻ പോലും കഴിയുന്നില്ല. Let me challenge you, how many of you can spot the place of the bubble after it burst? ആ കുമിള പൊട്ടിയതിനു ശേഷം ആ കുമിള എവിടെയായിരുന്നു എന്ന് നിങ്ങൾ എത്ര പേർക്ക് പറയുവാൻ കഴിയും? That is like what the world give you. അതാണ് ഈ ലോകം തരുന്ന സന്തോഷവും സമാധാനവും. Come back, my brother. അതുകൊണ്ട് മടങ്ങി വരിക പ്രിയ സഹോദര. Come back, my sister. പ്രിയ സഹോദരി, മടങ്ങി വരിക. Stop worrying about your neighbor. നിന്റെ അയൽക്കാരനെ കുറിച്ച് ദുഃഖിക്കുന്നത് നിർത്തുക. Stop talking about, I'm going to be blatant here. Stop talking about the other people. മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുന്നത് നിർത്തുക. You are not here to find the faults of another person. ഇനിയൊരു വ്യക്തിയുടെ കുറ്റം കണ്ടുപിടിക്കുവാൻ വേണ്ടി അല്ല നീ ഇവിടെ ആയിരിക്കുന്നത്. You are not here in the world or in the Christian in the church to find out what other people are doing. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നുവെന്നോ പറവാനോ കാണുവാനോ അല്ല നീ ലോകത്തിലും ഈ സഭയിലും ആയിരിക്കുന്നത്. What is the first and foremost responsibility of a Christian? ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും മുന്നിലുള്ള ഉത്തരവാദിത്വം എന്താണ്? Everything which he do or say or act, God's name should be exalted. അവൻ പറയുന്നതും ചെയ്യുന്നതും എന്ത് പ്രവൃത്തിയാണേലും അത് ദൈവനാമ മഹത്വത്തിനായി തീരണം. Every word that comes out of your mouth should be edifying to the listener. നീ പറയുന്ന ഓരോ വാക്കും മറ്റുള്ളവരെ പണിയുന്ന ഒരു വാക്കായിരിക്കണം. ആത്മീയ വർധന വരുത്തുന്ന വാക്കുകളായിരിക്കണം. Praise the Lord. Amen. Are you like that this morning? ഇന്ന് പൽക്കാലം നീ അങ്ങനെ ആയിരിക്കുന്നുവോ? Or when you open your mouth, your child will start walk away. When you open your mouth, your child will start walking. നീ വാ തുറന്ന് സംസാരിക്കുമ്പോൾ നിന്റെ കുട്ടി നിന്നെ വിട്ട് അകന്നു പോകുമോ? Don't get mad at me. Be honest to me this morning. എന്നോട് ദേഷ്യപ്പെടരുത്. നീ ദൈവത്തിൽ സത്യസന്ധതയോട് ചിന്തിക്കുക. When we start talking at your home, your wife will just run right back to the kitchen. നീ വീട്ടിൽ സംസാരിക്കുമ്പോൾ നിന്റെ ഭാര്യ അടുക്കളയിലേക്ക് ഓടി മറയുമോ? Your children will go into different rooms. നിന്റെ മക്കൾ അവരവരുടെ മുറിയിലേക്ക് കയറി ചെല്ലുമോ? Hey, these are the symptoms of a disease. ഇതൊരു രോഗത്തിന്റെ ലക്ഷണമാണ്. These are the symptoms of a disease. ഒരു രോഗത്തിന്റെ ലക്ഷണമാണിത്. The disease is called a non-Christian. അത് ആ ലക്ഷണം രോഗത്തിന്റെ പേരാണ് ക്രിസ്ത്യാനി അല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ. If you are a Christian, everything comes out of your mouth will be edifying to your wife and your children. നീ യഥാർത്ഥമായ ഒരു ക്രിസ്ത്യാനി എങ്കിൽ നിന്റെ വായിൽ വരുന്ന വാക്കുകൾ നിന്റെ കുടുംബത്തിലുള്ള മറ്റുള്ളവരെ ആത്മീയ വർധന വരുത്തുന്നതായിരിക്കും. When you speak, your child will say praise the Lord. നീ സംസാരിക്കുമ്പോൾ നിന്റെ മക്കൾ പറയും praise the Lord എന്ന്. Oh hallelujah. If you think that is a ridiculous thing, അതൊരു പരിഹാസ വിഷയമെന്ന് നിനക്ക് തോന്നുമെങ്കിൽ it is not, my dear. അതങ്ങനെ അല്ല പ്രിയ സഹോദര. Maybe your child will not shout praise the Lord. ഒരുപക്ഷേ നിന്റെ മക്കൾ ഉറക്കെ ഉച്ചത്തിൽ ദൈവത്തിന് സ്തോത്രം എന്ന് പറയില്ലായിരിക്കും. But inside he will say, oh look how sweet and how nice is my father. എന്നാൽ അകമേ അവർ പറയും എന്റെ പിതാവ് പറയുന്ന വാക്കുകൾ എത്ര നല്ലത് എന്ന്. He will go to the friends in the school and say, അവൻ തന്റെ കൂട്ടുകാരോട് സ്കൂളിൽ പോയി പറയും, oh when my father talk to me I feel lot of love. എന്റെ പിതാവിനോട് സംസാരിക്കുമ്പോൾ ഞാൻ സ്നേഹം അനുഭവിക്കുന്നു എന്ന് അവൻ പറയും. The love just like Jesus loved us. യേശു നമ്മളെ സ്നേഹിക്കുന്ന പോലെ ഒരു സ്നേഹം ഞാൻ അനുഭവിക്കുകയാണെന്ന് അവൻ പറയും. Is your house bound with the love of Jesus? നിന്റെ ഭവനം യേശുവിന്റെ സ്നേഹത്താൽ നിറഞ്ഞതാണോ? Praise the Lord. Amen. Hallelujah. Answer to your own conscience now. നിന്റെ മനസ്സാക്ഷിയോട് നീ തന്നെ ഉത്തരം പറയുക.
If you are not, you have a chance this morning. നിനക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ല എങ്കിൽ ഇന്ന് പൽക്കാലം ദൈവം നിനക്ക് ഒരു അവസരം നൽകി തരികയാണ്. Hallelujah. ഹല്ലേലൂയ. Make a commitment this morning. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു സമർപ്പണം ചെയ്യുക. You will get a chance. നിനക്കൊരു അവസരം നൽകി തരികയാണ്. Come back to Christ. ക്രിസ്തുവിലേക്ക് മടങ്ങി വരിക. Let there be the love of Christ in your family. നിന്റെ ജീവിതത്തിൽ ദൈവ സ്നേഹം നിറയട്ടെ. Let there be the life of Christ in your personal life. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവ സ്നേഹം ഉണ്ടായിരിക്കട്ടെ. Let there be a love of Christ in your married life. നിന്റെ ദാമ്പത്തിക ജീവിതത്തിൽ ദൈവ സ്നേഹം ഉണ്ടായിരിക്കട്ടെ. Let there be the love of Christ in your business. നിന്റെ ബിസിനസ്സിൽ ദൈവ സ്നേഹം ഉണ്ടായിരിക്കട്ടെ. Let there be the love of Christ when you are in the market. നിന്റെ മാർക്കറ്റിലായിരിക്കുമ്പോൾ ദൈവ സ്നേഹം ഉണ്ടായിരിക്കട്ടെ. Let there be the love of Christ when you are in the church. സഭയിലായിരിക്കുമ്പോൾ ദൈവ സ്നേഹം ഉണ്ടായിരിക്കട്ടെ. Let the love of Christ flow when you talk to your neighbor. നിന്റെ അയൽക്കാരോട് നീ സംസാരിക്കുമ്പോൾ ദൈവ സ്നേഹം പുറത്തു വരട്ടെ. Let the people say he is a different kind of person. മറ്റുള്ളവർ പറയട്ടെ ഈ വ്യക്തി വ്യത്യസ്തമായ ഒരു വ്യക്തിയാണ്. It is written in the Bible Caleb was a different kind of person. ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു കാലേബ് ഒരു വ്യത്യസ്തമായ ആത്മാവുള്ളവനായിരുന്നു എന്ന്. Praise the Lord. Amen. Let the people testify about you that he is a different kind of man. മറ്റുള്ളവർ നിന്നെക്കുറിച്ച് സാക്ഷി പറയട്ടെ വ്യത്യസ്തമായ ഒരു വ്യക്തിയാണ് ഇദ്ദേഹമെന്ന്. Oh, let your neighbor say, when I talk to that sister, I feel something happy in my. മറ്റുള്ളവർ പറയട്ടെ ആ സഹോദരിയോട് ഞാൻ സംസാരിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം തോന്നി എന്ന്. Let you be a different kind of person. നീ ഒരു വ്യത്യസ്തമായ ഒരു വ്യക്തിയായി തീരുമാറാകട്ടെ. You be like Christ. നീ ക്രിസ്തുവിനെ പോലായി തീരുക. Oh, the mind of Christ be in you. ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ മനസ്സ് തന്നെ നിന്നിൽ ഉണ്ടായിരിക്കട്ടെ. Hallelujah. ഹല്ലേലൂയ. Do you think it is a great thing? അത് നല്ല കാര്യമാണെന്ന് നിനക്ക് ചിന്തിക്കുന്നുണ്ടോ? How many of you think it is a great thing? അത് വലിയ കാര്യം നല്ല കാര്യമെന്ന് നിങ്ങൾ എത്ര പേർ ചിന്തിക്കുന്നു? Shout hallelujah. ഹല്ലേലൂയ പറഞ്ഞാട്ടെ അങ്ങനെ ആകുന്നുവെങ്കിൽ. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. And several hands came up. ചില കരങ്ങൾ കാണുവാനിടയായി. Lot of hands came up. അനേക കരങ്ങൾ കാണുവാനിടയായി. I did not hear that kind of noise. എന്നാൽ ആ കരങ്ങൾ ഉയർന്നതനുസരിച്ച് ശബ്ദം കേട്ടില്ല. Shout to the Lord. ദൈവത്തിനോട് ഉച്ചത്തിൽ പറയുക ഹല്ലേലൂയ. Praise the Lord. ദൈവത്തിന് സ്തോത്രം. Oh, let the heaven look down this morning. ഇന്ന് പൽക്കാലം സ്വർഗ്ഗം ഇറങ്ങി Let the heaven look down to Trichur this morning. ഇന്ന് പൽക്കാലം സ്വർഗ്ഗം തൃശ്ശൂർ പട്ടണത്തെ കുനിഞ്ഞു നോക്കുമാറാകട്ടെ. Let the angels look down to this church this morning. ഇന്ന് പൽക്കാലം ഈ സഭയെ സ്വർഗ്ഗത്തിൽ നിന്ന് ദൂതന്മാർ നോക്കട്ടെ. When you shout hallelujah next time, അടുത്ത പ്രാവശ്യം നീ ഹല്ലേലൂയ പറയുമ്പോൾ let the angels in the heaven say, ദൈവത്തിലെ സ്വർഗ്ഗത്തിലെ ദൂതന്മാർ പറയട്ടെ, oh, there is something happening in Trichur. തൃശ്ശൂർ പട്ടണത്തിൽ എന്തോ ഒന്ന് സംഭവിക്കുന്നു. I'm going to go look for that. അത് എന്തുവാണെന്ന് ഞാൻ നോക്കി പോകാൻ പോകുന്നു എന്ന്. Are you ready? ഞാൻ തയ്യാറാണോ? Shout hallelujah. ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ആമേൻ. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Oh, glory to God. ദൈവത്തിന് മഹത്വം. Praise the Lord. ഹല്ലേലൂയ. Come back to Christ. ക്രിസ്തുവിലേക്ക് മടങ്ങി വരിക. If you are lost, നീ വഴിതെറ്റി നഷ്ടപ്പെട്ടു പോയ വ്യക്തിയാണെങ്കിൽ use the wisdom of God in your life. നിന്റെ ജീവിതത്തിൽ ദൈവിക ജ്ഞാനം ഉപയോഗിക്കുക. You have a spirit of wisdom. ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ ആത്മാവ് നിന്നിലുണ്ട്. Use it all the time. അത് എപ്പോഴും ഉപയോഗിക്കുക. Don't fold it down, wrap it up and keep it in a corner. ഒരിക്കലും അത് മടക്കി ചുരുട്ടി ഒരിടത്ത് നീക്കി വെക്കരുത്. Isn't that what we are doing most of the time? അതാണ് മിക്കവാറുള്ള സമയത്ത് നമ്മൾ ചെയ്യാറ്. Whenever many things happen in your life, നിന്റെ ജീവിതത്തിൽ പല കാര്യങ്ങൾ പലപ്പോഴും നടക്കുമ്പോൾ the inner man will tell you, go to the Lord and ask what to do. അകമേയുള്ള മനുഷ്യൻ നിന്നോട് പറയും ദൈവസന്നിധിയിൽ ചെന്ന് ദൈവത്തോട് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുക എന്ന്. But the flesh, the man that is living external will say, no, I know what to do. എന്നാൽ ജഡം നമ്മളോട് പറയും എനിക്കറിയാം ഞാൻ എന്ത് ചെയ്യണമെന്ന്. There is no need to go and ask the Lord. ദൈവത്തോടൊന്നും ചെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് അവൻ പറയും. Because many times he don't give you a favorable answer. കാരണം മിക്കവാറും ദൈവത്തിൽ നിന്ന് സഹായകരമായ നീ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഉത്തരം ലഭിക്കുകയില്ല. God's answers are many times not favorable like according to our thought. നമ്മുടെ ചിന്തയ്ക്ക് അനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഉത്തരമായിരിക്കില്ല പലപ്പോഴും ദൈവത്തിൽ നമ്മൾ ലഭിക്കുന്നത്. You know, it was not at all a favorable thing to go for me to get up and come here. എനിക്ക് ഇന്ന് പൽക്കാലം ഇവിടെ കടന്നു വരുവാൻ വേണ്ടി അവിടെ നിന്ന് യാത്ര ചെയ്ത് വരിക എന്നുള്ളത് ഒരിക്കലും ഒരു അനുകൂലമായിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല.
And because my time is so squeezed up and I have only limited time and resources, so it is not a favorable thing for me to come be in India. ഇന്ത്യയിലായിരിക്കും ഇരിക്കുവാൻ കടന്നു വരുവാൻ എൻ്റെ സമയവും എൻ്റെ സാമ്പത്തികവും ഒക്കെ ചുരുങ്ങിയ നിലയിലായിരുന്നതുകൊണ്ട് ഒരിക്കലും കടന്നു വരുവാൻ കരുതുക എന്നുള്ളത് എനിക്ക് അനുകൂലമായുള്ള ഒരു കാര്യമായിരുന്നില്ല. I should have said, no, I am not going, I don't have to go. ഞാൻ ഒരുപക്ഷെ ദൈവത്തിനോട് പറയാമായിരുന്നു, കർത്താവേ ഞാൻ എനിക്ക് പോകേണ്ട ആവശ്യമില്ല, ഞാൻ പോകുന്നില്ല എന്ന്. I have no meetings there, I have nothing scheduled, why should I go? എനിക്ക് അവിടെ പ്രത്യേക മീറ്റിംഗ് ഒന്നും ക്രമീകരിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനു വേണ്ടി ഞാൻ അവിടെ ചെല്ലണമെന്ന് ഒരുപക്ഷെ എനിക്ക് ദൈവത്തോട് പറയാമായിരുന്നു. But it is better for you to obey God's word. എന്നാൽ ദൈവം പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു കാര്യം. The Lord is telling you this morning, ഇന്ന് കാലം ദൈവം നിന്നോട് പറയുന്നു, you come back to me. നീ എന്നിലേക്ക് മടങ്ങി വരിക. Use my wisdom. Use my wisdom. എൻ്റെ ജ്ഞാനം നീ ഉപയോഗിക്കുക. Don't go astray like the sheep. ആടിനെ പോലെ കൂട്ടം വിട്ടു പോകരുത്. The sheep did not know much about its shepherd. ആ ആടിന് തന്റെ ഇടയനെ കുറിച്ച് കൂടുതലായി അറിയില്ലായിരുന്നു. It knows the shepherd will take me to places and give me enough food every day. ഈ ആടിന് ഒരു കാര്യമേ അറിയുള്ളൂ, വിവിധ സ്ഥലങ്ങളിൽ എന്നെ കൊണ്ടുപോയി എനിക്ക് ആഹാരവും വെള്ളം നൽകും ഈ ഇടയൻ എന്ന് മാത്രമേ അറിയുള്ളൂ. But the man, the prodigal son, എന്നാൽ ആ മുടിയനായ പുത്രനോ, he knew there is lot of riches in my father's house. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം സമ്പത്തുകൾ ഉണ്ട് എന്ന് മകന് അറിയാമായിരുന്നു. He even knew that my servants of my father eat and just throw away stuff. അവന് അറിയാമായിരുന്നു പിതാവിന്റെ വീട്ടിലുള്ള വേലക്കാർ ഭക്ഷിച്ച് ശേഷിപ്പിക്കുന്നു എന്നുള്ളത് അവൻ അറിയാമായിരുന്നു. You knew there is goodness and mercy in the presence of the Lord. ദൈവസന്നിധിയിൽ എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ നന്മയും കരുണയും ഉണ്ട് എന്ന് അവൻ അറിയാമായിരുന്നു. You knew that your God is capable to heal you. നിനക്കറിയാം നിന്റെ ദൈവം നിന്നെ സൗഖ്യമാക്കുവാൻ കഴിവുള്ളവെന്ന്. Somebody is going to get healed today. ഇന്ന് പൽക്കാലം ചില വ്യക്തികൾ സൗഖ്യം പ്രാപിപ്പാൻ പോവുകയാണ്. If you came with an ailment today, ഇന്ന് പൽക്കാലം ഏതെങ്കിലും രോഗത്തോടു കൂടിയാണ് ദൈവസന്നിധിയിൽ പൽക്കാലം കടന്നു വന്നതെങ്കിൽ, my God is sufficient to heal you. നിന്നെ സൗഖ്യമാക്കുവാൻ ദൈവം ശക്തനാകുന്നു. If you cannot stand up, my God will make you stand today. ഇന്ന് പൽക്കാലം എഴുന്നേറ്റ് നിൽക്കുവാൻ ശക്തിയില്ലാത്ത വ്യക്തിയായി നീ തീർന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവം ഇന്ന് പൽക്കാലം നിന്നെ എഴുന്നേൽപ്പിക്കും. If you cannot walk, my God is going to make you walk today. ഇന്ന് പൽക്കാലം നിനക്ക് നടക്കുവാൻ കഴിയാത്ത വ്യക്തിയെങ്കിൽ ഇന്ന് പൽക്കാലം ദൈവം നിന്നെ നടത്തുവാൻ പോവുകയാണ്. If there's a tumor in your body, my God is going to take it away this morning. ഇന്ന് പൽക്കാലം നിന്റെ ശരീരത്തിൽ ഏതെങ്കിലും ട്യൂമർ ഉണ്ട് എങ്കിൽ എൻ്റെ ദൈവം അത് എടുത്തു മാറ്റുവാൻ പോവുകയാണ്. Hallelujah. Thank you, Jesus. If you are barren today, my God is going to give you a child. നീ മച്ചിയായിരിക്കുന്നുവെങ്കിൽ ദൈവം നിനക്കൊരു പൈതലിനെ നൽകി തരുവാൻ പോവുകയാണ്. Hallelujah. Hallelujah. If you are not successful in your life, he is going to make you successful. നിന്റെ ജീവിതത്തിൽ നീ ഒരു ജയാളി അല്ലെങ്കിൽ അവൻ നിന്നെ ജയാളിയാക്കുവാൻ പോവുകയാണ്. If you have a barren ministry, the Lord is going to make it prosperous. നിനക്ക് ഫലമില്ലാത്ത ഒരു ശുശ്രൂഷയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിന്റെ ശുശ്രൂഷയെ ദൈവം ഫലവത്തായി മാറ്റുവാൻ പോവുകയാണ്. God is going to make your boundaries wide today. ഇന്ന് പകൽക്കാലം നിന്റെ അതിരുകളെ വിസ്താരമാക്കുവാൻ പോവുകയാണ്. How many of you want something from the Lord? ഇന്ന് പൽക്കാലം ദൈവത്തിൽ നിന്ന് ഏതെങ്കിലും പ്രാപിക്കണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? Hallelujah. Every one of you who raised the hand. കരങ്ങൾ ഉയർത്തി എല്ലാവരും തന്നെ. The Lord sees your hand. നിന്റെ കരങ്ങളെ ദൈവം കാണുന്നുണ്ട്. When the Holy Spirit come down. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ. When the Holy Spirit come down to give you the desire of your heart. നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ നിവർത്തിപ്പാൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ. Let there be one thing you going to ask today. ഇന്ന് പൽക്കാലം അവനോട് ചോദിക്കുന്ന ഒരു കാര്യം മാത്രമായിരിക്കട്ടെ. Be focused on what your need is this morning. ഇന്ന് പൽക്കാലം നിന്റെ ആവശ്യം എന്തോ അതിൽ തന്നെ നിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. And continue to meditate on that. ആ ആവശ്യത്തിന്മേൽ മാത്രം നീ ധ്യാനിക്കുക. ഇത്ര നല്ലവനാം പ്രിയനേ ഇത്രയിൽ രുചിച്ചറിവാ ഇത്ര നല്ലവനാം പ്രിയനേ ഇത്രയിൽ രുചിച്ചറിവാ ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ ഇടയായതിനാൽ
വേദവും ബലവും ഏറ്റവും അടുത്ത തുണയോ എന്തൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഏതോരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. Praise the Lord. Be seated. ഇരുന്നാട്ടെ. ഹല്ലേലൂയ. Two things we talked about. രണ്ട് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുവാനിടയായി. Receive the wisdom of God. ദൈവത്തിന്റെ ജ്ഞാനം പ്രാപിക്കുക. Keep the spirit of wisdom in your life. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക ജ്ഞാനം സൂക്ഷിക്കുക. And be enlightened in your heart. നിന്റെ ഹൃദയത്തിൽ ദൈവ ദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെടട്ടെ. So that you can know what is the value, what is the hope of his calling. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. So you can understand how precious you are. നിങ്ങൾ ദൈവസ്ഥലിൽ എത്ര വിലയേറിയവരാണെന്ന് മനസ്സിലാക്കുക. Uncovering both of these things, I said you have a chance to come back this morning. അതുകൊണ്ട് ഈ രണ്ട് കാര്യം പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരിക. And there is something else the Lord would like to you to have this morning. ഇന്ന് പൽക്കാലം നീ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന, നിന്നെ നൽകി തരുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ഇനിയൊരു കാര്യമുണ്ട്. That you should know what is the exceeding greatness of his power that work in us. നമ്മൾ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ആത്യന്തമായ ശക്തി എന്തെന്ന് നമ്മൾ അറിയേണ്ടവരാണ്. We need to know the power that the Lord can be in us. ദൈവം നമ്മൾ നൽകി തന്നിരിക്കുന്ന അവന്റെ ശക്തി എത്രയെന്ന് നമ്മൾ മനസ്സിലാക്കണം. Without the power of God, we cannot live a Christian life. അവന്റെ ശക്തി കൂടാതെ നമുക്ക് ഒരു ക്രിസ്തീയ ജീവിതം ഈ ലോകത്തിൽ നയിക്കുവാൻ കഴിയുകയില്ല. The power of God is the strengthening element that will help you to throw the world away. ഈ ലോകത്തെ നമ്മളിൽ നിന്ന് ത്യജിക്കുവാൻ, അതിനെ എറിഞ്ഞു കളവാൻ നമ്മളെ ശക്തീകരിക്കുന്നത് അവന്റെ ശക്തിയാണ്, അവന്റെ വല്ലഭത്വത്തിന്റെ ശക്തിയാണ്. When you don't have the power of God, it is difficult for you to walk away from the world. ലോകത്തെ വിട്ട് നീങ്ങി നടക്കുവാൻ ദൈവശക്തി നമ്മളുടെ ഉള്ളിൽ ഇല്ല എങ്കിൽ അത് അസാധ്യമാണ്, വിഷമമുള്ള കാര്യമാണ്. So it is a requirement, it is a need that you should receive the power of God this morning. ഇന്ന് പൽക്കാലം ദൈവശക്തി നിന്റെ ജീവിതത്തിൽ പ്രാപിക്കണമെന്നുള്ളത് അത്യന്താവശ്യമായ കാര്യമാണ്. It is what the Lord would like to do this morning, empower you to live a Christian life. ഇന്ന് പൽക്കാലം നീ ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം നിനക്ക് നൽകി തരുവാൻ ആഗ്രഹിക്കുന്നത് ആ അത്യന്ത ശക്തിയാണ്. The power to uswards who believe. വിശ്വസിക്കുന്ന നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവശക്തി. In whom is the power? ആരിലാണ് ആ ശക്തി ഉള്ളത്? To whom is the power? ആർക്കാണ് ആ ശക്തി നൽകപ്പെടുന്നത്? Those who believe. വിശ്വസിക്കുന്ന നമുക്ക്. Those who believe. വിശ്വസിക്കുന്ന നമുക്ക്. Those who believe. വിശ്വസിക്കുന്ന നമുക്ക്. How many of you believe? നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? That the power of the Lord can be in me. എന്നിൽ അവന്റെ അത്യന്ത ശക്തി ഉണ്ടാകുവാൻ കഴിയുമെന്ന്. How many of you believe the Lord can touch you this morning? ഇന്ന് പൽക്കാലം ദൈവം നിന്നെ തൊടുവാൻ കഴിയുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? How many of you believe there's a power from heaven to me in my body? എന്റെ ശരീരത്തിൽ നൽകപ്പെടുവാനുള്ള ദൈവിക ശക്തി ഉണ്ട് എന്ന് നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു? When the heavenly power come down. സ്വർഗീയ ശക്തി ഇറങ്ങി വരുമ്പോൾ. When the power of the Holy Spirit come down. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നിൽ ഇറങ്ങി വരുമ്പോൾ. Oh my sister, the Holy Spirit says. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രിയ സഹോദരി, your backbone will be strengthened and strengthened. നിന്റെ നട്ടെല്ല് ബലം പ്രാപിക്കും, നേരെയാകും. You will stand up and praise the Lord. നീ എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ സ്തുതിക്കും. Hallelujah. Hallelujah. Your body will be made whole. നിന്റെ ശരീരം പൂർണ്ണമായി തീരും. Your womb will be opened. നിന്റെ ഗർഭപാത്രം തുറക്കപ്പെടും. You will be made a perfect person. നീ ഒരു പൂർണ്ണനായി തീരുവാൻ ഇടയായി തീരും. All your worries will be taken away. നിന്റെ എല്ലാ ഭാരങ്ങളും എടുത്തു മാറ്റപ്പെടും. The Holy Spirit will lead you and guide you to live a Christian life. നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. When the power of the Lord to us words come down. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവശക്തി നിന്നിൽ ഇറങ്ങി വരുമ്പോൾ. He will give you the mercy to live a Christian life. ഒരു നല്ല ജയകരമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ അവൻ നിന്നെ ശക്തീകരിക്കും. How many of you want this power this morning? ഈ അത്യന്ത ശക്തി നിങ്ങൾ എത്ര പേർക്ക് താല്പര്യമുണ്ട്? Praise the Lord. Hallelujah. The Lord is willing to give. ദൈവം നിനക്ക് നൽകി തരുവാൻ
മനസ്സുള്ളവനാണ്. My question is, are you ready to receive? എന്റെ ചോദ്യം, നിനക്ക് അതിന് സ്വീകരിപ്പാൻ മനസ്സുണ്ടോ? It is very clearly said here, ഈ വ്യക്തമായി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, to usward who believe, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി, according to the working of his mighty power. നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നവന്റെ ശക്തി. Only for those who believe. അവനിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണത്. Not for raising a hand, കരമുയർത്തിയവർക്കല്ല, not for standing up. എഴുന്നേറ്റ് നിൽക്കുന്നവർക്കല്ല. You can do all these things. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. You can come to front. നിങ്ങൾ മുന്നോട്ടും കടന്നു വരാം. But that is not the key thing. അതല്ല പ്രധാനപ്പെട്ടതായ കാര്യം. Those who believe വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, that my body and my mind and my soul is pure and clean, so that the power of God can live in me. എന്റെ ശരീര ആത്മദേഹങ്ങൾ വിശുദ്ധമായിരിക്കുന്നതുകൊണ്ട് അവന്റെ ശക്തിയിൽ വസിക്കുവാൻ കഴിയും. The power of God does not live in everything. ദൈവിക ശക്തി എല്ലായിടത്തും വസിക്കുകയില്ല. The power of God does not come down to every vessel, every body. ആ ദൈവത്തിന്റെ ശക്തി എല്ലാ ശരീരത്തിലേക്കും ഇറങ്ങി വരികയുമില്ല. You need to be ready to receive. നീ അത് സ്വീകരിപ്പാൻ തയ്യാറായിരിക്കണം. You need to be pure enough to receive the power of the holy God. വിശുദ്ധ ദൈവത്തിന്റെ വിശുദ്ധ ശക്തിയെ പ്രാപിക്കുവാൻ വേണ്ടി നീ വിശുദ്ധനായി തീരണം. The Lord said, be holy as I am holy. ദൈവം നമ്മളോട് പറയുന്നത്, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ. Are you holy as God is holy? ദൈവം വിശുദ്ധനായിരിക്കുന്ന പോലെ നീ വിശുദ്ധനാകുന്നുവോ? At least, isn't there something in your conscience നിന്റെ മനസ്സാക്ഷിയിൽ ഏതെങ്കിലും ഒന്ന് that says, no, you are not quite there? ഇല്ല, നീ അവിടെ വരെ എത്തിച്ചേർന്നിട്ടില്ല എന്ന് പറയുന്ന ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ? Isn't that something that the Spirit of the Lord is asking you, my dear, haven't you still doing this? നീ ഇപ്പോഴും ഇത് തന്നെയാണോ പ്രവർത്തിക്കുന്നത് എന്ന് നിന്നോട്, നിന്റെ മനസ്സാക്ഷിയോട് ദൈവം ചോദിക്കുന്ന, ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്ന ചില കാര്യങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടോ? You don't have to be disappointed. നീ ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. There is a way. അതിനെല്ലാം ഒരു വഴിയുണ്ട്. But you need to confess that. നീ അത് ഏറ്റു പറയണം. You need to know there is something in my life. എന്റെ ജീവിതത്തിൽ ചിലതുണ്ട് എന്ന് നീ മനസ്സിലാക്കണം. You need to know there is something the way I talk. ഞാൻ സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടെന്ന് മനസ്സിലാക്കണം. You need to know there is something the way I look. ഞാൻ നോക്കുന്ന ഒരു രീതിയുണ്ട്. There is something in the things that I hear. ഞാൻ കേൾക്കുന്ന ചില രീതിയുണ്ട്. There is something with the people that I am associated with. ഞാൻ ബന്ധപ്പെടുന്ന വ്യക്തികൾ ഒരു വ്യത്യാസമുണ്ട്. There is something with the places that I go. ഞാൻ പോകുന്ന സ്ഥലം അത് കാരണമായി തീരുന്നു. There is something that is not pleasing to God. ദൈവത്തെ പ്രസാദിപ്പിക്കാത്ത ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. Praise the Lord. ഹല്ലേലൂയ. I'm giving you a pause, a moment. നിങ്ങൾക്ക് ചില സമയങ്ങൾ വിട്ടുതരികയാണ്. Please do not waste this time. ഈ സമയം വെറുതെ ആക്കരുത്. The Lord did not bring me here for nothing. വെറുതെ അല്ല ദൈവം എന്നെ ഇന്ന് വൽക്കാലം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. It is for something to happen. ചില കാര്യങ്ങൾ സംഭവിപ്പാൻ വേണ്ടിയാണ് അവൻ എന്നെ കൊണ്ടുവന്നത്. The power of the Lord is available. അവന്റെ ശക്തി നമുക്ക് വേണ്ടി ഉണ്ട്. How many of you know me? നിങ്ങൾ എത്ര പേർക്ക് എന്നെ അറിയാം? Very few people. I think most of you are new people in this church. നിങ്ങൾ പലരും പുതിയ ആളുകളാണെന്ന് തോന്നുന്നു. But let me tell you, ഞാൻ നിങ്ങളോട് പറയട്ടെ, the night when I accepted Lord, ഞാൻ എൻ്റെ യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച ആ രാത്രിയിൽ, the night when he woke me up 2:00 in the morning and said, go and preach my gospel. രാത്രി 2 മണിക്ക് എന്നെ ഉണർത്തിയിട്ട് പോയി സുവിശേഷം അറിയിക്കുക എന്ന് അവൻ എന്നോട് കൽപ്പിച്ചപ്പോൾ, I made a bargain with my God. എൻ്റെ ദൈവവുമായി ഞാനൊരു കാര്യം പറഞ്ഞു. Lord, I am a man. ഞാനൊരു മനുഷ്യനാണ്. There's nothing I can do. എനിക്ക് സ്വയമേ ചെയ്യുവാൻ ഒന്നും കഴിയുകയില്ല. If I go, nothing will happen. ഞാൻ പോയാൽ ഒന്നും സംഭവിക്കില്ല കർത്താവേ. But I will go. ഞാൻ എന്നാൽ പോകാം. Only if you will come with me. നീ എന്നോട് കൂടെ വരുന്നുവെങ്കിൽ മാത്രം. The Lord said, you go, I will be there. ദൈവം പറഞ്ഞു, നീ പോകാൻ ഞാൻ നിന്നോട് കൂടി ഇരിക്കും. And everywhere I went, the Lord's presence was there. ഞാൻ പോയിടത്തൊക്കെയും ദൈവ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ടായിരുന്നു. Is there one soul in this church who will testify that? അങ്ങനെ പറയുന്ന ഏതെങ്കിലും ഒരു ആത്മാവെങ്കിലും ഇന്ന് പൽക്കാലം ഇവിടെ ഉണ്ടോ? Anybody who can say that the Holy Spirit comes when I come here? ഞാൻ ഇവിടെ വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ വരുന്നു എന്ന് പറയുവാൻ ആളുകളുണ്ടോ? Anybody who believe that? അത് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? Let me hear a hallelujah. ഒരു ഹല്ലേലൂയ കേൾക്കട്ടെ ഞാൻ. Not for me. എനിക്ക് വേണ്ടിയല്ല. Because the Lord knows. കാരണം ദൈവം അത് അറിയുന്നു. But when the Holy Spirit come down, ദൈവത്തിന്റെ
പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ you recognize that is the Spirit of the Lord. നീ തിരിച്ചറിയുന്നു അത് ദൈവത്തിന്റെ ആത്മാവാണെന്ന്. Oh, if that is so, the Holy Spirit is here today. ഇന്ന് പൽക്കാലം ആ പരിശുദ്ധാത്മാവ് ഇവിടെ ഉണ്ട് എങ്കിൽ My God has come with me today. ഇന്ന് പൽക്കാലം എന്റെ ദൈവം എന്നോട് കൂടെ വന്നിട്ടുണ്ട്. My God was with me in Gujarat. എന്റെ കൂടെ ഗുജറാത്തിൽ അവൻ ഉണ്ടായിരുന്നു. My God was with me in Tarapur, Bombay. ബോംബെയിൽ താരാപൂരിൽ എന്റെ കൂടെ അവൻ ഉണ്ടായിരുന്നു. People were healed. ജീവിതങ്ങൾ സൗഖ്യം പ്രാപിച്ചു. Kidneys were made new. പുതിയ കിഡ്നികൾ ഉണ്ടാക്കപ്പെട്ടു. Hallelujah. Hallelujah. Oh, the demon flew. പിശാചുകൾ ഓടിപ്പോയി. Oh, the lives were delivered. ജീവിതങ്ങൾ വിടുതൽ പ്രാപിച്ചു. That can happen today too. ഇന്നും ആ കാര്യങ്ങൾ സംഭവിക്കാൻ കഴിയും. Because the God is same. കാരണം ആ ദൈവം അതേപോലെ മാറാത്തവനാണ്. The God who came down in Gujarat last Thursday is here today. ആ കഴിഞ്ഞ വ്യാഴാഴ്ച ഗുജറാത്തിൽ ഇറങ്ങി വന്നവനായ അതേ ദൈവം ഇന്ന് പൽക്കാലം ഇവിടെയുമുണ്ട്. Are you ready to receive the power of God? ദൈവശക്തി പ്രാപിപ്പാൻ ഇന്ന് പൽക്കാലം ഒരുക്കപ്പെട്ടവരാണോ? Is your life worth to carry the power of God? ദൈവശക്തി വഹിക്കുവാൻ നിന്റെ ജീവിതം യോഗ്യമുള്ളതാണോ? It is a very important question. അതൊരു വളരെ പ്രാധാന്യമറിയിക്കുന്ന ചോദ്യമാണ്. The Holy Spirit still prompts me to ask you that question. ആ ചോദ്യം നിന്നോട് ചോദിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിക്കുകയാണ്. There's a reason why the Holy Spirit do things like that. അങ്ങനെ ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട്. Because the Holy Spirit see many hearts are not ready. ഇത് പല ഹൃദയങ്ങളും അതിന് ഒരുക്കപ്പെട്ടിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് കാണുന്നുണ്ട്. The Holy Spirit tells me that all of the hands that was risen is not ready to receive the power. കൈ ഉയർത്തപ്പെട്ട എല്ലാ കരങ്ങളും തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിപ്പാൻ ഒരുക്കമുള്ളതല്ല എന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. Oh my friend, if that's you, അത് നീ ആകുന്നുവെങ്കിൽ പ്രിയ സഹോദരാ, would you have a contrite spirit at this time? ഈ സമയത്ത് നല്ലൊരു ആത്മാവ് നീ പ്രാപിക്കുക. Have a contrite spirit. തകർന്ന ഒരു ഹൃദയം പ്രാപിക്കുക. Tell the Lord. ദൈവത്തോട് പറയാ, I'm not going to ask you to stand up. ഞാൻ നിന്നെ എഴുന്നേൽക്കുവാൻ പറയുന്നില്ല. I'm not going to ask you to raise your hand. നിന്റെ കരം ഉയർത്തുവാൻ ഞാൻ പറയില്ല. You know why? എന്താണെന്ന് അറിയാമോ? Oh my God, so he sees your heart. നിന്റെ ഹൃദയത്തെ എന്റെ ദൈവം പൽക്കാലം അതുപോലെ കാണുന്നു. Our whole life is like an open book in front of my God. നിന്റെ മുഴുവൻ ജീവിതവും ദൈവസന്നിധിയിൽ നഗ്നമായി തുറന്ന പുസ്തകമായിരിക്കുന്നു. Wherever he went, he saw it. നീ പോയിടത്തൊക്കെ അവൻ നിന്നെ കണ്ടു. Whatever he said, he heard it. നീ പറഞ്ഞൊക്കെ അവൻ കേട്ടിരിക്കുന്നു. Whatever you think in your mind, he knows it. നീ ചിന്തിക്കുന്നൊക്കെ നിന്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്നൊക്കെ അവൻ അറിഞ്ഞിരിക്കുന്നു. So your relationship with God. നിന്റെ ബന്ധം ദൈവവുമായുള്ളതാണ്. Tell the Lord this morning. ഇന്ന് പൽക്കാലം ദൈവത്തോട് പറക, My friend, it is okay to have some tears come down. നിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വരുന്നത് സാരമില്ല. Actually, it is the greatest thing that a man of God can or a child of God can do. ഒരു ദൈവ പൈതലിനെ ചെയ്യുവാൻ ഏറ്റവും നന്നായി ചെയ്യുവാൻ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യമാണത്. How many of your children cry in front of you to get something? നിങ്ങളിൽ എത്ര പേരുടെ മക്കൾ നിങ്ങളുടെ മുന്നേ എന്തെങ്കിലും സാധനങ്ങൾ ലഭിക്കുവാൻ വേണ്ടി കരയാറുണ്ട്? How many of them request with a humble spirit? തകർന്ന മനസ്സോടുകൂടെ നിങ്ങൾ മക്കൾ എത്ര പേർ നിങ്ങളോട് ആവശ്യപ്പെടാറുണ്ട്? Oh, our relationship with God is the same. അതുപോലെ തന്നെയാണ് നമ്മുടെ ബന്ധവും നമ്മുടെ സ്വർഗീയ പിതാവിനോടുകൂടെ ഉള്ളത്. That's why we are called the children of God. അതുകൊണ്ടാണ് നമ്മൾ വിളിക്കപ്പെടുന്നത് ദൈവ മക്കളെന്ന്. So we can go into the front of the Lord and cry out and say, Lord, I need something. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് കടന്നു നിന്ന് ധൈര്യത്തോട് പറയാം, കർത്താവേ എനിക്ക് ഇന്നത് ആവശ്യമുണ്ട് എന്ന്. But now I am encouraging you to go to the presence of the Lord. ഞാൻ ഇപ്പോൾ ദൈവസന്നിധിയിലേക്ക് നിങ്ങൾ കടന്നു പോകാനായി ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയാണ്. And say, Lord, I need a contrite heart. കർത്താവേ എനിക്കൊരു തകർന്ന മനസ്സ് നൽകി തരണമേ എന്ന് ദൈവത്തോട് ചോദിക്കാം. How many of you would ask for a contrite heart this morning? ഇന്ന് പൽക്കാലം ഒരു തകർന്ന മനസ്സ് So don't be worried about it. അതിനെക്കുറിച്ച് നിങ്ങൾ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. Are you ready to have a contrite heart? നിങ്ങൾക്ക് ഇന്ന് പൽക്കാലം ഒരു തകർന്ന നുറുങ്ങിയ മനസ്സിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? How many of you want a contrite heart this അങ്ങനെ morning? തകർന്ന നുറുങ്ങിയ മനസ്സ് നിങ്ങൾ എത്ര പേർക്ക് ആവശ്യമുണ്ട്? I was telling you it is the greatest thing that you can do is to cry in the presence of the Lord. ദൈവസന്നിധിയിൽ കരയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം നിങ്ങൾ ചെയ്യുവാൻ കഴിയുന്നതിൽ.
How many of you are not ashamed to cry in the presence of the Lord? ദൈവസന്നിധിയിൽ കരയുവാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് ലജ്ജയില്ലാതിരിക്കുന്നു? Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. While I was in America 2 weeks ago, 2 ആഴ്ച മുമ്പ് ഞാൻ അമേരിക്കയിലായിരുന്നപ്പോൾ I just saw something in my home. എന്റെ ഭവനത്തിൽ ഞാൻ ഒരു കാര്യം കാണുവാനിടയായി തീർന്നു. My granddaughter was not at all ashamed to cry for a piece of chicken. ആ ഒരു കഷ്ണം ചിക്കന് വേണ്ടിയിട്ട് എന്റെ കൊച്ചുമോള് കരയുന്നതിൽ ഒരു ലജ്ജയില്ല She was not at all ashamed to cry for that. അതിനു വേണ്ടി കരയാൻ അവൾക്ക് ഒരു ലജ്ജയും ഇല്ലായിരുന്നു. Because her brother took it away from her. കാരണം അവളുടെ സഹോദരൻ ആങ്ങള അവളിൽ നിന്ന് ആ ചിക്കൻ കഷ്ണം എടുത്തു. So you don't have to be worried or ashamed to cry in presence of the Lord. അതുകൊണ്ട് അതുപോലെ ദൈവസന്നിധിയിൽ മക്കളായ നമുക്ക് കരയുന്നതിൽ ലജ്ജിക്കേണ്ട ആവശ്യമില്ല. How many of you want a small piece from the Lord today? ഇന്ന് പൽക്കാലം നല്ലൊരു കഷ്ണം ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് താല്പര്യമുണ്ട്? Oh my Lord, my Lord, oh my Lord, touch these people. കർത്താവേ, ഇന്ന് പൽക്കാലം ഈ ജീവിതങ്ങളെ തൊടുമാറാകണമേ. Oh my Lord, touch these people. ഈ ജനത്തെ നീ തൊടുമാറാകണമേ Oh കർത്താവേ. Holy Spirit, touch these people. പരിശുദ്ധാത്മാവേ, ഈ ജീവിതങ്ങളെ തൊടുമാറാകണമേ. Lord, touch these people. ഈ ജനത്തെ Oh, തൊടുമാറാകണമേ. go into their heart and touch these people. കർത്താവേ, ഈ ജീവിതങ്ങളുടെ ഹൃദയത്തെ തൊടുമാറാകണമേ. My Lord, take away the heart of stone. കർത്താവേ, കഠിനമായ കല്ലായ ഹൃദയത്തെ ഇവരിൽ നിന്ന് മാറ്റണമേ. Give them a heart of flesh. കർത്താവേ, മാംസളമായ ഹൃദയത്തെ നൽകിത്തോട് Touch my കൊടുക്കണമേ. children, my God, I pray unto thee. കർത്താവേ, എന്റെ മക്കളെ തൊടണമേ എന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. Every one of them, my Lord, my brother and my sister. എന്റെ എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാരുടെ ഹൃദയത്തെ നീ സ്പർശിക്കണമേ. Oh Lord, let them cry out unto you this morning. അവർ നിന്നോട് ഇന്ന് കാലം നിലവിളിക്കുവാൻ ഇടവരുത്തണമേ. Lord, I am asking for a great cleansing in this church at this moment. കർത്താവേ, ഈ നിമിഷത്തിൽ ഈ സഭയിൽ നല്ലൊരു ശുദ്ധീകരണം നടക്കുവാൻ ഞാൻ നിന്നോട് A great പ്രാർത്ഥിക്കുന്നു. cleansing I am asking in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ഒരു ശുദ്ധീകരണം നടക്കുവാൻ ആഗ്രഹിക്കുന്നു. Hallelujah. Yes, Lord. Hallelujah. Holy Spirit, speak to people. കർത്താവ് പരിശുദ്ധാത്മാവേ, Holy Spirit, speak to people. ജീവിതങ്ങളോട് Touch them, സംസാരിക്കണമേ. Jesus. Touch them, Jesus. യേശുവേ, നീ അവരെ തൊടണമേ. Oh, have a contrite Hallelujah. heart. Have a contrite heart. തകർന്ന Have a ഹൃദയത്തെ നൽകി contrite കൊടുക്കണമേ. heart. തകർന്ന ഹൃദയത്തെ Oh, നൽകി glory, കൊടുക്കണമേ glory, കർത്താവേ. glory. Hallelujah. Oh, praise the Lord. Hallelujah, കർത്താവേ. Praise the Lord. യേശുവേ, സ്തോത്രം. You are still like Israel. നീ ഇസ്രായേലിനെ പോലെ You are ആയിരിക്കുന്നു. a stiff-necked people. നിങ്ങൾ വഴങ്ങാത്ത കഴുത്തുള്ളവരാണ്. You are a stubborn people. മറുതലിക്കുന്നവരാണ്. Oh, my sister, your spirit just told you. നിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു. Not the Holy Spirit, it is your spirit. പരിശുദ്ധാത്മാവല്ല, നിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു. Oh, if I do all these things in the church and I start behaving like a Christian, ഞാൻ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയെ പോലെ പറയപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ സഭയിൽ ചെയ്താൽ what will be other people going to say? മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും? What is my relatives going to say? എന്റെ സ്വന്തക്കാർ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും? My family will look down upon me. എന്റെ കുടുംബം എന്നെ മോശമായി നോക്കുമല്ലോ. I'm pretty sure at least one of the sisters felt like that. ഞാൻ എനിക്ക് നല്ലപോലെ അറിയാം, ഒരു സഹോദരിയെങ്കിലും അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. My dear sister, I would like to tell you, you are more precious than gold or silver. ഹല്ലേലൂയ. പ്രിയ സഹോദരി, ഞാൻ നിന്നോട് പറയട്ടെ, സ്വർണ്ണത്തെയും വെള്ളിയേക്കാൾ നീ വിലയേറിയ വ്യക്തി ജീവിതമാണ്. You are more precious than the whole world. ഈ ലോകത്തെക്കാൾ നീ വിലയേറിയതാണ്. My dear brother, you are more precious than the whole world. പ്രിയ സഹോദരാ, ഈ ലോകത്തെക്കാൾ നീ വിലയേറിയവനാണ്. There is not enough money in this world. ഈ ലോകത്തിൽ ആവശ്യമുള്ള പണം ഇല്ല. Oh, no matter how many trillions of money you print. നീ എത്ര പണം അച്ചടിച്ചിറക്കിയാലും Oh, it is never enough to pay for your soul. നിന്റെ ആത്മാവിന് തുല്യ വിലയായി അത് കൊടുക്കുവാൻ കഴിയുന്നതല്ല. The whole world is not enough to pay for you, my sister. പ്രിയ സഹോദരി, നിനക്കുള്ള മൂല്യത്തിന് തുല്യമായി ലോകം മുഴുവനുമായാലും അത് ആകില്ല. Then why should you worry about what other person is going to say? പിന്നെ എന്തിനാണ് മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് പറയും, എന്ത് ചിന്തിക്കുമെന്ന് നീ ഭാരപ്പെടുന്നത്? The Holy Spirit told me that some people came to church this morning. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. They just came because it is Sunday, we have to go to church. ഞായറാഴ്ച ആയതുകൊണ്ട് ആരാധനയ്ക്ക് വരണമല്ലോ എന്ന് പറഞ്ഞു വന്നിരിക്കുകയാണ്. Honestly, സത്യസന്ധമായി aren't some of us like that? നിങ്ങളിൽ ചിലർ അങ്ങനെയല്ലയോ? Today is Sunday, we have to go to church. ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ട് ആരാധനയ്ക്ക് പോകണം. Monday we go to work. തിങ്കളാഴ്ച തൊട്ട് ജോലിക്ക് പോകും. Saturday we go to market. ശനിയാഴ്ച മാർക്കറ്റിൽ പോകും. Sunday we go to church. ഞായറാഴ്ച ആരാധനയ്ക്ക് പോകും. That's not good enough. അത് ശരിയല്ല, അത് അത്രയും പോരാ. You need to have
a contrite spirit now, ഇപ്പോൾ തന്നെ നിനക്ക് തകർന്നു നുറുങ്ങിയ ഒരു മനസ്സ് പ്രാപിച്ചെടുക്കണം, so that the Lord can fill with your power. അവന്റെ ശക്തി കൊണ്ട് അവൻ നിന്നെ നിറയ്ക്കേണ്ടതിന്. Sunday you should be filled with the power of God. ഞായറാഴ്ച ദൈവശക്തിയാൽ നിറയപ്പെടണം. Monday you should be filled with the power of God. തിങ്കളാഴ്ച നീ ദൈവശക്തിയാൽ നിറയപ്പെടണം. Oh, Tuesday and Wednesday and Thursday you should be filled with the power of God. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ദൈവശക്തിയാൽ നിറയപ്പെടണം. Friday and Saturday you should be filled with the power of God. വെള്ളിയാഴ്ച ശനിയാഴ്ചയും ദൈവശക്തിയാൽ നിറയപ്പെടണം. It doesn't matter where you are in the church, നീ ആരാധനാലയത്തിലായിരുന്നാലും, or you are in the office, or you are in the market, ഓഫീസിലായിരുന്നാലും മാർക്കറ്റിലായിരുന്നാലും, you should be filled with the Spirit of the Lord. നീ ദൈവശക്തിയാൽ നിറയപ്പെട്ട വ്യക്തിയായിരിക്കണം. Your life should have the power. നിന്റെ ജീവിതം ശക്തിയേറിയതായിരിക്കണം. Without the power of God you can never live a Christian life. ദൈവശക്തി കൂടാതെ എനിക്ക് യഥാർത്ഥമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കഴിയുകയില്ല. How many of you believe that? നിങ്ങൾ എത്ര പേർ അത് വിശ്വസിക്കുന്നു? I'm going to ask that again. അത് ഞാൻ വീണ്ടും നിങ്ങളോട് ചോദിക്കുവാൻ പോകുകയാണ്. How many of you think you are desirable or you are worthy to receive the power of God? ദൈവശക്തി പ്രാപിപ്പാൻ നീ യോഗ്യനെന്ന് നിങ്ങൾ എത്ര പേർ ചിന്തിക്കുന്നുണ്ട്? Thank you, Jesus. Amen. The Lord has seen and I have seen the number of hands went down. ദൈവം കണ്ട് ഞാനും കണ്ടു കൈകളുടെ എണ്ണം കുറഞ്ഞു. ദൈവം കണ്ട് ഞാനും കണ്ടു എത്ര കൈ ഉയർത്തിയതിന്റെ എണ്ണം എത്ര കുറഞ്ഞു എന്ന്. I have seen the number of hands went down and the Lord also see that. ഞാനും കണ്ടു എത്ര കരങ്ങൾ കുറഞ്ഞു എന്ന്, ദൈവവും കണ്ടിരിക്കുന്നു എത്ര കരങ്ങൾ നേരത്തെ ഉയർത്തിയിൽ നിന്ന് കുറഞ്ഞു എന്ന്. And your mind also know why you didn't raise the hand up second time. എന്തുകൊണ്ടാണ് നീ രണ്ടാമത്തെ പ്രാവശ്യം കരം ഉയർത്താത്തതെന്ന് നിനക്കും അറിയാം. You need this power. ഈ ശക്തി നിനക്ക് ആവശ്യമാണ്. It is possible you can receive that power today. ഇന്ന് പകൽക്കാലം നിനക്ക് ആ ശക്തി പ്രാപിപ്പാൻ കഴിയും. Do you want it? നിനക്കത് ആവശ്യമുണ്ടോ? There's only 15 minutes in front of me. 15 നിമിഷം മാത്രമേ എൻ്റെ മുന്നേ ഉള്ളൂ. If you come late to a wedding, you will go without eating. ഒരു കല്യാണത്തിന് വൈകി വന്നാൽ ഭക്ഷണം കഴിക്കാതെ പോകും. So you have 2 more minutes to create a contrite heart in you. ഇന്ന് പകൽക്കാലം ഒരു തകർന്ന മനസ്സ് പ്രാപിച്ചെടുക്കുവാൻ ഇനി ചില നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. I have called upon the Spirit of the Lord and He is here. ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് ആവശ്യപ്പെട്ടു, അവൻ നമ്മുടെ മധ്യേ ഉണ്ട് താനും. He is going to help you if you are willing. നിനക്ക് മനസ്സുണ്ടെങ്കിൽ അവൻ നിന്നെ സഹായിപ്പാൻ നിൽക്കുന്നു. If you are willing to say, Lord, I don't care what the other person will think of me, I am ready to give myself to you, fill me. കർത്താവേ, മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഭാരപ്പെടുന്നില്ല, എന്നെ നിറയ്ക്കണമേ എന്ന് പകൽക്കാലം പറയുന്നുവെങ്കിൽ അവൻ നിന്നെ നിറയ്ക്കും. I was expecting a large hallelujah for that. അതിന് ഞാൻ ഒരു വലിയ ഉച്ചത്തിലുള്ള ഒരു ഹല്ലേലൂയയാണ് പ്രതീക്ഷിച്ചത്. But there was one. ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. One soul is better than none. ഒന്നെങ്കിലും ഉണ്ടല്ലോ ഒന്നുമില്ലാത്തതിനേക്കാൾ ഭേദമാണ്. The slogan of my ministry is one more for Jesus. എൻ്റെ ശുശ്രൂഷയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ആത്മാവ് കൂടെ ദൈവത്തിന് വേണ്ടി. One more for Jesus. ഒന്നുകൂടെ ദൈവത്തിന് വേണ്ടി. Are you going to be one more for Jesus this morning? ഇന്ന് കാലം നീ ഒന്നുകൂടെ ആയിരിക്കുമോ യേശുവിന് വേണ്ടി? ഹല്ലേലൂയ. Are you willing to join me for one more for Jesus this morning? ഇന്ന് കാലം ഒരു ആത്മാവും കൂടെ ദൈവത്തിന് വേണ്ടി എന്നുണ്ട് എൻ്റെ ലക്ഷ്യത്തോടു കൂടെ നീ ചേരുമോ? As I told you earlier, there are billions and trillions of people. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോടിക്കണക്കിന് ജനമുണ്ട്. There are trillions of people who are for Jesus. യേശുവിന് വേണ്ടി ജീവിക്കുന്ന അനേക കോടികളുണ്ട്. Would you be one more for him this morning? ഇന്ന് പകൽക്കാലം ഒരു വ്യക്തി നീയും കൂടെ ആയിരിക്കുമോ? So that you will be the billionth and first person. അടുത്ത കോടിയിൽ ഒരു വ്യക്തി നീയും കൂടെ ആയി തീരേണ്ടതിന്. കോടി ഒന്ന് കോടി കഴിഞ്ഞിട്ട് ഒന്നാമത്തത്. The first one after the billion. കോടി കഴിഞ്ഞിട്ട് ഒന്നാമത്തെ വ്യക്തിയായി നീ ആയി തീരുമോ? That's a great number, isn't it? അതൊരു നല്ല നമ്പർ ആണ്, അല്ലയോ? Some people like the number 101. ചിലരൊക്കെ 101 അല്ലേ വളരെ താല്പര്യമുള്ളവരുണ്ട്. Some people like the number 1001. ചിലരൊക്കെ 1001 ഇഷ്ടപ്പെടുന്നവരുണ്ട്. Oh, we pay a lot of money to get that number for our license plate. ലൈസൻസ് പ്ലേറ്റ് കാറിന് നമ്പർ കിട്ടാൻ വേണ്ടി അങ്ങനെ ആ നമ്പർ കിട്ടാൻ പൈസ കൊടുക്കുന്നവരുണ്ട്. Now don't lie to me, isn't that true? അത് അങ്ങനെ ആവശ്യമില്ല, എനിക്ക് താല്പര്യമില്ല. Hallelujah. Hallelujah. But would you be the 10 trillionth and first person? കോടി ഒന്നായി നീ തീരുവാൻ നിനക്ക് മനസ്സുണ്ടോ? Would you be one more for Jesus this morning? ഇന്ന് കാലം യേശുവിന് വേണ്ടിയുള്ള അടുത്ത വ്യക്തിയായി നീ തീരുവാൻ കഴിയുമോ? Holy Spirit still tell me some people has to cry. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും എന്നെ പ്രേരിപ്പിക്കുന്നത് നിങ്ങൾ കരയേണ്ടിയിരിക്കുന്നു. I don't have much time, I am going to walk away. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല, ഞാൻ പോവുകയാണ്. But this is your time. എന്നാൽ ഇത് നിന്റെ സമയമാണ്. This is your time. ഇത് നിന്റെ സമയമാണ്. This is time to cry. ദൈവസന്നിധിയിൽ കരയേണ്ട സമയം.
കണ്ണുനീരിൻ താഴ്വരയിൽ കരയും കണ്ണുനീരിൻ താഴ്വരയിൽ കരയുന്ന വേളകളിൽ പാടിക്കാട്ടെ അവർ പാടുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിലേക്ക് നോക്കുക. കരയുക സഹോദര, കരയുക സഹോദരി. Cry out my brother, cry out my sister. Use this moment. ഈ സമയം നീ ഉപയോഗിക്കൂ കരയുവാൻ. സാധുവെന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. Praise the Lord. Hallelujah. Hallelujah. My dear Father, പിതാവേ, I believe you touched some hearts this morning. ഇന്ന് പൽക്കാലം നീ ചില ജീവിതങ്ങളെ സ്പർശിച്ചു എന്ന് ഞാൻ അറിയുന്നു. I'm thankful for them. അതിനായി നന്ദി പറയുന്നു കർത്താവേ. Lord, anyone who has a contrite spirit now, ഇപ്പോൾ തകർന്ന് നുറുങ്ങിയിരിക്കുന്ന മനസ്സോടുകൂടി ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ you go into that heart, Lord, now. ആ ഹൃദയത്തിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലണമേ. You heal that soul. ആത്മാവിനെ നീ സൗഖ്യമാക്കണമേ. You comfort that person. ആ വ്യക്തിയെ നീ ആശ്വസിപ്പിക്കണമേ കർത്താവേ. Lord, we need your wisdom. കർത്താവേ, അങ്ങയുടെ ജ്ഞാനം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. You need the wisdom of God. ദൈവിക ജ്ഞാനം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് You കർത്താവേ. need the spirit of wisdom in your life. നിന്റെ ജീവിതത്തിൽ ദൈവിക ജ്ഞാനം നിനക്ക് ആവശ്യമുണ്ട്. You need to know your value. നിന്റെ മൂല്യം എന്തെന്ന് നീ അറിയണം. You need to know what is the hope of your calling. നിന്റെ വിളിയുടെ ആശയം എന്തെന്ന് നീ അറിഞ്ഞിരിക്കണം. Jesus Christ said, യേശു ഇങ്ങനെ പറഞ്ഞു, there are several places in my Father's place. എന്റെ പിതാവിന്റെ വാസസ്ഥലത്ത് അനേക ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. I will come and take you. ഞാൻ വന്ന് നിങ്ങളെ എന്റെ അടുക്കലേക്ക് ചേർത്തു. That is the hope of your calling. നിന്റെ വിളിയുടെ ആശാദാകുന്നു. That you will one day go with Jesus. യേശുവിനോട് കൂടെ ഒരു ദിവസമായി തീരും. And you will live with him forever and forever. എന്നേക്ക് നിത്യമായി നീ അവനോട് കൂടെ താമസിക്കും. And you need the power of God. എനിക്ക് ദൈവശക്തി ആവശ്യമുണ്ട്. Which one of you will cry out? അങ്ങനെ നിലവിളിക്കുവാൻ ആരുണ്ട്? Which one of you are crying out right now? I need the power of God. എനിക്ക് ദൈവശക്തി ആവശ്യമുണ്ട്. നിങ്ങൾ ആരൊക്കെ നിലവിളിക്കുന്നുണ്ട്? Hallelujah. Praise the Lord. Hallelujah. Thank you Jesus. Amen. Praise the Lord. Amen. ദൈവത്തിന് സ്തോത്രം.